Good morning. നമസ്കാരം. നമസ്കാരം. I am a painter from Italy. രാജാ രവി വർമ്മയുടെ ആരാധകനാണ്. രവി വർമ്മ പെയിന്റിംഗ് റിക്രിയേറ്റ് ചെയ്യാൻ വന്നതാണ്. അത് ശരി. അപ്പൊ മലയാളമൊക്കെ അറിയാലേ? ഇറ്റലിയിൽ എനിക്ക് മലയാളി ഫ്രണ്ട്സ് ഉണ്ട്. ഓ, അത് കൊള്ളാലോ. Please come, sir. Yeah. Come, sir. She is a princess in love. Okay, bye. Bye. See you. She is Shilpa. കേരള ടൂറിസം വകുപ്പിന്റെ സ്റ്റാഫാണ്. She will help you. Yes. Yes. അത് ശരി. You are നിങ്ങൾ my തമ്മിൽ model. പരിചയക്കാരാണല്ലേ? Sir, this one. Oh. Ah. Sir, Shilpa. You are my model. ഞാൻ രവി വർമ്മ പെയിന്റിംഗ് ഞാൻ റിക്രിയേറ്റ് ചെയ്യുമ്പോൾ ശില്പയാണ് മോഡൽ. ഞാനോ? എന്താ പത്മനാഭൻ ചേട്ടാ, ഭാര്യ മരിച്ചപ്പോ ഇത്ര സന്തോഷമായിട്ട് ചെണ്ട കൊട്ടുന്നത് കണ്ടിട്ടില്ല. എന്താ മോക്കുവല്ല കല്യാണമായോ? ആയടോ ആയി. കല്യാണമല്ല, അതിനേക്കാളും വലിയ ഭാഗ്യമാ നമ്മുടെ ശില്പമോളെ തേടിയെത്തിയിരിക്കുന്നത്. അച്ഛാ, അച്ഛാ, എന്താ അച്ഛാ ഇത്? ഇയാൾ ആരാന്നറിയാവോ? ആരാ? രാജാ രവിവർമ്മയുടെ ആരാധകനാ. ബന്ധമൊന്നും അല്ലല്ലോ. ഇറ്റലിക്കാരനായ ഈ ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ ചിത്രങ്ങൾ വീണ്ടും വരയ്ക്കുമ്പോ അതിന് മോഡലാകാൻ പോകുന്നത് എന്റെ മോളാ, ശില്പമോള്. സന്തോഷിക്കണം, എനിക്ക് മതി മറന്ന് സന്തോഷിക്കണം. അയ്യോ, വേണ്ട. പതുക്കെ.
കേട്ട കുട്ടികളെ, അപ്പൊ ലാ തിരിച്ചിട്ടാ ഥ. ഈ 56 അക്ഷരങ്ങളും അത് തന്നെയാണ് നമ്മൾ തിരിച്ചു മറിച്ചു വിട്ട അത് തന്നെയാണ് മലയാളം. കേട്ടോ? അയ്യോ മക്കളെ നേരെ എഴുതു മക്കളെ, ഇത്ര നാൾ ഞാൻ പഠിപ്പിച്ചതല്ലേ. എന്നാ മക്കളെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇനി എനിക്ക് സായിപ്പിനെ ഒറ്റയ്ക്ക് കുറച്ച് മലയാളം പഠിപ്പിക്കണം. സായിപ്പേ കം കം എന്റെ കൂടെ വരൂ. കായ്ക്ക കായ്ക്കങ്ങ ചായ്ച്ച ചായ്ച്ചഞ്ഞ ദായിത്ത ദായിത്തന പായിപ്പ ബായിപ്പമ പായിപ്പ പായിപ്പമ യാരാ ലാ വാ ഷാ ഷാ സാഹ ഛ ഇത്ര ഇഞ്ഞ. ആഹാ, ഇയാളെ മലയാളം പഠിപ്പിച്ചെടുക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. പേടിക്കണ്ട സായിപ്പേ, മലയാളികൾക്ക് പോലും ഇത് മൊത്തം അറിഞ്ഞൂടാ. ഈശ്വരാ, ഇയാളെ ഞാൻ എങ്ങനെ മലയാളം പഠിപ്പിച്ചെടുക്കുവോ എന്തോ. മലയാളം പഠിക്കണമെങ്കിൽ ആദ്യം മലയാളികളെ അറിയണം. You know the Kerala politicians? No, I know only Sonia Gandhi. She's Italian, my place. Okay, you know Mr. Achyutanandan? Achyutanandan, no. He's our chief minister. Oh. Okay, you know our film stars? You are movie actors? Yes, Mr. Mammootty, Mr. Mohanlal, Mr. Suresh Gopi, Mr. Manoj K. Jain, Mr. Jairam, Mr. Prithviraj. Heroines പേരെന്താ? കൊള്ള സായിപ്പ്, നടികളുടെ പേര് തന്നെ അറിയണം അല്ലേ? Come on, come on. Oh. പടം വരയ്ക്കാനാണെന്ന് പറഞ്ഞ് തറവാട്ടി പറഞ്ഞ പെമ്പിള്ളാരെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ട് ഇതാണോ നിന്റെ പരിപാടി? ഇത് കേരളമാണ്. അടിച്ചതിന്റെ മോന്തരം ഷേപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ എങ്ങനെ പെരുമാറണം? Please, 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 please. There is no misunderstand me. There is nothing between us. മലയാളത്തിൽ പറ. No, there is nothing between. There is nothing between us. I'm stop. അയാളുടെ മുമ്പിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാ അയാൾ എനിക്ക് പണം തരുന്നത്. അപ്പൊ പണത്തിന് വേണ്ടി നീ എന്തും ചെയ്യൂ? This is my profession. ശ്രീ ഇതിൽ ഇടപെടണ്ട. സായിപ്പിന്റെ മുന്നിൽ കുളിസീൻ ചെയ്യുന്നതാണോടി നിന്റെ പ്രൊഫഷൻ? നീ പെമ്പിള്ളേരെ മാത്രമേ കുളിപ്പിക്കുള്ളൂ. ഇങ്ങോട്ട് വാടാ. നിക്ക്. ഇനി നീ നന്നായിട്ടൊന്ന് കുളിക്ക്, ഞാനൊന്ന് വരയ്ക്കട്ടെ. പോയി തുണി കൊടുക്ക. ആയിട്ടില്ല. ആയില്ലേ? ഒരു പ്രാവശ്യമൊക്കെ കണ്ടാ മതി. ബാക്കിയൊക്കെ നീ മനസ്സിൽ സങ്കല്പിച്ചൊക്കെ വരച്ചാ മതി. നിന്റെ ഇറ്റാലിയൻ നമ്പർ ഒന്നും ഇവിടെ ചെലവാകത്തില്ല കേട്ടോ. സായിപ്പാള് ശരിയല്ല, സായിപ്പാള് ശരിയല്ല. അവന്റെ ഉദ്ദേശം വേറെയാ. അല്ലെങ്കിൽ ഈ മലയാളി പെൺകുട്ടികളെ കാണുമ്പോ ഈ സായിപ്പ്മാർക്ക് പണ്ട് മുതലേ ഒരു പ്രത്യേക താല്പര്യമാണ്. എന്ത് മനസ്സിലാക്കിയ വെറുതെ പാവത്തിന്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചത്? രാജാ രവിവർമ്മയുടെ പ്രശസ്തമായ ലേഡി ആൻഡ് പാത്ത് എന്ന ചിത്രമാണ് അയാളെ മോഡലാക്കി വരയ്ക്കുന്നത്. വെറുതെ ഇങ്ങനെ ശല്യം ചെയ്തതിന്റെ ചാൻസ് കളയരുത്. എന്തെങ്കിലും ചെയ്യ്. അമ്മാവാ, എന്തിനാടാ ഇങ്ങനെ അടുത്ത് വന്ന് നിന്ന് കൂവുന്നേ? എന്റെ ചെവിക്ക് ഒരു കുഴപ്പമില്ലല്ലോ. ആറ്റിനല്ലേ കുഴപ്പം? അമ്മാവനും കൂടെ അറിഞ്ഞോണ്ടാണോ ഈ ഏർപ്പാടെന്ന് എനിക്കിപ്പോ അറിയണം. എന്താ നിന്റെ പ്രശ്നം? നിനക്കെന്താ വേണ്ടത്? സായിപ്പിന്റെ മുന്നിൽ പടം വരയ്ക്കാൻ ശില്പ പോസ് ചെയ്യുന്നത് അമ്മാവന്റെ സമ്മതത്തോടു കൂടിയാണോ? അങ്ങനെ വരട്ടെ. അപ്പൊ അതാണ് കാര്യം. ഇതേ നമുക്ക് കുറച്ച് കാശ് കിട്ടുന്ന ഏർപ്പാടാ. അപ്പൊ കാശ് കിട്ടുന്ന ഏത് ഏർപ്പാടിനും അമ്മാവൻ കൂട്ടു നിൽക്കും. അങ്ങനെ ഏതേർപ്പാടിനും കൂട്ടു നിൽക്കുന്നവനൊന്നും അല്ല ചണ്ടക്കാരൻ പത്മനാഭൻ. നീ ഇങ്ങനെ കിടന്ന് കല്ലുകൊള്ളാൻ മാത്രം ഞാൻ അവളെ ഫാഷൻ ഷോയ്ക്കും മെഗാ സീരിയലിനൊന്നും അല്ലല്ലോ വിട്ടത്. രവിവർമ്മ ചിത്രങ്ങൾക്ക് മോഡലാകാനല്ലേ. ചേട്ടാ, വയ്യാണ്ടായി ഈ പഴയ ചണ്ടക്കാരനെ കൊണ്ട് മാത്രം
ഒരു കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ കഴിയില്ല മോനെ. എനിക്ക് ആദ്യം ചമ്മലായിരുന്നു. ഏട്ടന് പറയുമ്പോ സന്തോഷമാകും. എന്താ നിന്റെ ഉദ്ദേശം? ഏട്ടാ പ്രസാദം. ഇവളുടെ കൂടെ നടന്ന് വഷളാവാനാണോ നിന്റെ ഭാവം? ഏട്ടാ ഞാൻ കൂടെ കൊണ്ടുവരുന്ന എന്റെ അനിയത്തെ കൂടെ സായിപ്പിന്റെ മുന്നിൽ പോസ് ചെയ്യിപ്പിക്കാനാണോ നിന്റെ ഉദ്ദേശം? ഞങ്ങൾ അമ്പലത്തിൽ വെച്ച്. ഓടി വീട്ടിലെ മേലാ ഇവളൂടെ കറങ്ങി നടക്കുന്നത് ഞാൻ കാണരുത്. വയ്ക്കോ. എന്താ ശ്രീ ഇതൊക്കെ? ആദ്യം ഞാനിത് വിശ്വസിച്ചില്ല. പിന്നീട് അറിഞ്ഞപ്പോ എങ്ങനെ എങ്ങനെ നിനക്ക് ഇതിന് മനസ്സ് വന്നു? ഞാൻ കാരണം ഒരു കുടുംബം രക്ഷപ്പെടുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ ശ്രീ? വലിയ വലിയ സ്വപ്നങ്ങളുടെ പുറകെ പോകുമ്പോ നീ എനിക്ക് നഷ്ടപ്പെടുമെന്നുള്ള ഭയം, അതുകൊണ്ട് മാത്ര. ശ്രീയേട്ടാ ഞാൻ എന്താ ഇത്? ശ്രീയേട്ടൻ എന്നും ഇങ്ങനെ ചെണ്ടുകൂട്ടി നടന്നാ മതിയോ? അതിനു വേണ്ടിയാ ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. ഓ, ഇവിടുത്തെ അംഗൻവാടി പിള്ളേരെ മലയാളം പഠിപ്പിച്ച ജീവിതം പാഴാക്കാതെ മലയാളം അറിഞ്ഞുകൂടാത്ത വിദേശ മലയാളികളുടെ മക്കളെ മലയാളം പഠിപ്പിച്ച് ഇറ്റലി പോയി 10 കാശുണ്ടാക്കാൻ നോക്കാം. സായിപ്പ് കൊണ്ടുപോകുമോ എന്തോ. എല്ലിമുളങ്കാടുകളിൽ ഹല്ലലലം പാടി വരും സായിപ്പേ, പൊന്നു സായിപ്പേ. എല്ലിമുളങ്കാടുകളിൽ ഹല്ലലലം പാടി വരും സായിപ്പേ, എന്റെ സായിപ്പേ. വരയും കുറിയും ചായം തേടുമുടൽ അതിലിൻ വിരലിൽ നീട്ടു പ്രേമഗസൽ. അകലി നിന്നൊഴുകി വന്നു ഞാൻ മധുരനാദാഞ്ജലി. എൻ ഹൃദയ ഛായാതലം തന്നിൽ ഒരു നിറക്കാഴ്ചയല്ലോ നീ. രാവിൻ മാറിൽ തലോടാൻ പകൽ ചാഞ്ഞിടുമ്പോൾ കടലിനലകളും കരളിനൊലികളും തുടരും സ്വരസാധകം. വരയും കുറിയും ചായം തേടുമുടൽ അതിലൻ വിരലി മീട്ടു പ്രേമഗസൽ. രവിവർമ്മയുടെ പൊൻതൂവൽ വരഞ്ഞൊരു ദമയന്തി നിൻ അരയന്നമെവിടെ. കാലങ്ങൾ അയവിറക്കിയ കോലങ്ങൾ
പരമ്പരയുടെ ശീലങ്ങൾ പകർന്നെടുത്തോട്ടെ. അകലം താണ്ടി ആശകളേന്തി ഒരു കൈത്തൂവൽ ഈ വഴി വന്നു. പ്രണയം മധുരം മൂകം കഥന കുതൂഹലം അതിശയരാഗം വരയും കുറിയും ചായം തേടുമുടൽ. അതിലൻ വിരലേ മീട്ടു പ്രേമഗസൽ. കണ്ണിൽ ഞാൻ കടയുന്ന പ്രതിബിംബങ്ങൾ നനയുന്ന കടലാസല്ലോ സഖി നിന്റെ വദനം. കാറ്റേറ്റാൽ പറന്നുയർന്നതു ചാഞ്ചാടും മനസ്സിന്റെ മനസ്സായി മാറും രഹസ്യങ്ങൾ മൂടും. ചൊടിയും നാവും കാതിൽ വിളമ്പും കഥയും പാട്ടും മാമലയാളം മൊഴിയിൽ മിഴിയിൽ നേരും ശയന സുഖവരം രതിമദനാംഗം വരയും കുറിയും ചായം തേടുമുടൽ. അതിലൻ വിരലേ മീട്ടു പ്രേമഗസൽ. അകലെ നിന്നൊഴുകി വന്നു ഞാൻ മധുരനാദാഞ്ജലി. എൻ ഹൃദയ ഛായാതലം തന്നിൽ ഒരു നിറക്കാഴ്ചയല്ലോ നീ. രാവിൻ മാറിൽ തലോടാൻ പകൽ ചാഞ്ഞിടുമ്പോൾ കടലിനലകളും കരളിനൊലികളും തുടരും സ്വരസാധകം. വരയും കുറിയും ചായം തേടുമുടൽ. അതിലും വിരലേ മീട്ടു പ്രേമഗസൽ. എന്താ അമ്മ ഇതൊക്കെ? ഏതൊക്കെ? പടം വരയ്ക്കാനെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയിട്ട് അവളുടെ ദേഹത്ത് മുഴുവൻ ചായം പൂശി നിർത്തിയിരിക്കുക ആ സായിപ്പ്. നീ ശരിക്കും കണ്ടിട്ട് തന്നെയാണ് പറയുന്നത്? കാണുക മാത്രമല്ല, അവനെ ഒന്ന് കൈകാര്യം ചെയ്യാൻ എന്റെ തീരുമാനം. അമ്മാവൻ എന്നോട് പറയണം, അവനോട് നേരിട്ട് ചോദിക്കണം. എങ്കിൽ ചോദിച്ചിട്ട് തന്നെ കാര്യം. സാഹിബിനെ അങ്ങനെ വിട്ടാൽ ശരിയാവുകയല്ലോ. അവന്റെ വര അതീതോടെ ഞാൻ അവസാനിപ്പിക്കും. Shilpa, I am the brush and you are the canvas. E brush canvas join Chedar, famous painting in the world. Piraku. ഫോർ മദർ അമ്മ. Ma, അമ്മ അമ്മ ma, ma. അയ്യോ Oh, I'm sorry. അമ്മേ, അല്ലെങ്കിൽ ഈ സായിപ്പന്മാർക്ക് ഇമ്മയെന്നൊരു വിചാരമല്ലേ ഉള്ളൂ. Sorry. ഓക്കെ ഓക്കെ ഓക്കെ. Yeah. പിന്നെ Very nice these flowers. What is this flowers? ഇത് പിച്ചിപ്പൂ സായിപ്പേ, പിച്ചിപ്പൂ. Nice name, Pichapu. പിച്ചല്ല, ചായക്കൊരു വള്ളിയിട് പിച്ചിപ്പൂ. Picha? അല്ല പറയാ പിച്ചില്ലേ. അയ്യോ അല്ല, അത് പറഞ്ഞു. എച്ചിന്ന് കേട്ടിട്ടില്ലേ? എച്ചി ഇടച്ചി, അപ്പൊ പിച്ചിന്ന് വരും. അയ്യോ ഇയാളെ മലയാളം പഠിപ്പിക്കാൻ പറ്റുമോ? നീ അക്ഷരവല്ലിയോ നോക്കട്ടെ. അപ്പൊ കണ്ടോ, മൂക്ക് കാണിക്ക് സായിപ്പേ. മൂക്കിങ് ഉണ്ടാ? അത് പോരട്ടെ പോരട്ടെ സായിപ്പേ. അയ്യോ സായിപ്പ് മലയാളം പഠിച്ചു, സായിപ്പ് പഠിച്ചു. ഇത് തന്നെ സായിപ്പേ ചി, മനസ്സിലായോ? ഇതാണ് ചി. P. അത് P. So, ഇത് പോക്കറ്റിൽ വേദം. ഇത് പോക്കറ്റ് വേണോന്നോ? മലയാളം പറയാൻ പഠിച്ചു. മലയാളം is very, 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 very easy. ഈസി. എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ, മലയാളത്തിൽ ഒരക്ഷരം പറയാൻ സായിപ്പ് മൂക്കിൽ നാരിട്ടെങ്കിൽ ബാക്കി അക്ഷരങ്ങൾ മുഴുവൻ പറയാൻ ഇവിടെ എന്തൊക്കെ നടക്കുവോ എന്തോ. എന്തറിഞ്ഞിട്ടാ ശ്രീ ഇങ്ങനെ എതിർക്കുന്നത്?
ആ ചിത്രത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇനി ഇതെന്ത് മനസ്സിലാക്കാനാ? രാജാ രവിവർമ്മയ്ക്ക് പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന ഒരു ഡ്രീം പെയിന്റിംഗ്, ലേഡി അറ്റ് ബാത്തിന്റെ ക്ലൈമാക്സ്. കുളിച്ചിട്ട് വരുന്ന തമ്പുരാട്ടി കൊട്ടാരത്തിന്റെ മുന്നിലെത്തുമ്പോ കയ്യിലിരുന്ന കച്ച താഴേക്ക് വീഴുന്നു. അത് എടുക്കാനായി കുനിയുമ്പോ തമ്പുരാട്ടിയുടെ മേൽമുണ്ട് അഴിയുന്നു. കൊള്ളാം കൊള്ളാം, സായിപ്പിന്റെ ഐഡിയ കൊള്ളാം. എന്നിട്ട് പറ, ബാക്കിയോടെ പറ, കേക്കട്ടെ. പിന്നെ അഴിഞ്ഞു വീണ മേൽമുണ്ട് വാരി പുണർന്നുകൊണ്ട് കൊട്ടാരത്തിൽ നിന്ന് ആരുടെയോ വിളി ശ്രദ്ധിക്കുന്ന തമ്പുരാട്ടി. ഈ ചിത്രം രവിവർമ്മയ്ക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു വലിയ കലാകാരന് പൂർത്തിയാക്കാൻ കഴിയാത്ത ചിത്രം വർഷങ്ങൾക്ക് ശേഷം പൂർത്തീകരിക്കാൻ മറ്റൊരു കലാകാരൻ എത്തിയിരിക്കുക. ശില്പ, രവിവർമ്മയുടെയും സായിപ്പിന്റെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പൂർത്തീകരിക്കാൻ നീ നിന്നു കൊടുക്കുമ്പോൾ കൈവിട്ടു പോകുന്നത് നമ്മളുടെ സ്വപ്നങ്ങളും ജീവിതമാണ്. അത് നീ മറക്കണ്ട. ഞാൻ സുധർമ്മൻ, കിളിമാനൂർ കൊട്ടാരവുമായി ബന്ധമുള്ള ചിത്രകാരനാണ്. എന്താ ഇവിടെ? രാജാ രവിവർമ്മയും ചിത്രങ്ങൾ വരയ്ക്കുന്നതിനിടയിൽ സുഗന്ധി എന്നൊരു മോഡലിനെ പരിചയപ്പെട്ടിരുന്നു. അവളും നിങ്ങളെപ്പോലെ സുന്ദരിയായിരുന്നു. നിങ്ങൾ കാര്യം പറയൂ. പറയാം. പടം വരയ്ക്കുന്നതിനിടയിൽ രവിവർമ്മ അറിയാതെ സുഗന്ധിയുമായി പ്രണയത്തിലായി. അവൾക്കും വർമ്മയെ കാണാണ്ടിരിക്കാൻ വയ്യെന്നായി. ഇതൊക്കെ എന്തിനാ ഇപ്പൊ എന്നോട് പറയുന്നത്? ഇന്നലെ കൊട്ടാരത്തിൽ വന്ന കീഴ്പ്പാടം തിരുമേനിക്ക് ഒരു ദർശനമുണ്ടായി. എന്ത് ദർശനം? മറ്റൊരു സുഗന്ധിയെയും രവിവർമ്മയെയും തിരുമേനി കണ്ടു. എവിടെ കണ്ടു? കീഴ്പ്പാടത്തിന് ഒരിക്കലും തെറ്റാറില്ല. കണ്ടത് ഇവിടെയാണ്, എന്റെ കൺമുന്നിൽ. മറ്റൊരു സുഗന്ധിയും രവിവർമ്മയും. എന്താ എന്താ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്? മറ്റൊരു സുഗന്ധിയും രവിവർമ്മയുമാകാൻ താല്പര്യമുണ്ടോ? നോ. ഒന്നുകൂടി അറിഞ്ഞോ, പ്രണയബദ്ധരായ സുഗന്ധിക്കും രവിവർമ്മയ്ക്കും ഇടയ്ക്കെവിടെയോ വെച്ച് വഴിപിരിയേണ്ടി വന്നു. Are you interested, Mr. Fabry? അന്ന് സുഗന്ധിയും രവിവർമ്മയുമായിരുന്നെങ്കിൽ ഇന്ന് ശില്പയും ഫാബ്രിയും. വരൂ. എന്താണെങ്കിലും പറഞ്ഞോളൂ. കൊട്ടാരത്തിൽ ചില ശകുനങ്ങൾ കണ്ടുവെന്ന് പറഞ്ഞത് ശരിയായിരിക്കാം. ഇയാളുടേത് ഒരു പ്രത്യേകതരം ജാതകമാണ്. ചില സാമ്യങ്ങൾ. ഈ ജാതകം ഞാൻ കീഴ്പ്പാടം തിരുമേനിയെ ഏൽപ്പിക്കാം. എന്തെങ്കിലും കുഴപ്പം? മുകളിൽ ഒരാളില്ലേ, എല്ലാം അതുപോലെ നടക്കൂ. പിന്നെ മണ്ണൂർ മുരളീധര പണിക്കരെ വിളിച്ച് ഞാൻ പറയാം. ഒരു ഹോമം നടത്തണം. ഹോമം? ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ പരായ പരം പുരുഷായ പരാത്മനെ സ്വാ. ഇനി എഴുന്നേൽക്കാം, എല്ലാം മംഗളാവും. Look at that star, that one over there. Hey, it's beautiful. And that star is just like you. എക്സ്ക്യൂസ് മീ, ഞാൻ ജോർജ് വിലങ്ങപ്പാറ, ഒരു പെയിന്ററാണ്. Hi. Hello, sir. Hello. ഹലോ. നിങ്ങളെ കുറിച്ച് കൊട്ടാരത്തിൽ നിന്നാണ് ഞാൻ കേട്ടത്. പിന്നെ കീഴ്പ്പാടം തിരുമേനിയും പറഞ്ഞു. ഇത് ഞാൻ വരച്ച പെയിന്റിങ്ങുകളാണ്. ഇതിലൊന്ന് നിങ്ങൾക്ക് സമ്മാനിക്കാനാണ് ഞാൻ വന്നത്. അതെയോ? Oh, beautiful. സൂക്ഷിച്ച് Oh, wow. നോക്കിക്കോളൂ. Nice. Really wonderful.
want to tease you. I want to please you. I want to show you. Shilpa. Hey Shilpa, what happened? വേണ്ട, മനസ്സിലായി നിങ്ങളുടെ തനി സ്വഭാവം. ആരാ അവള്? ആ മദാമ. Oh, she was my girlfriend in Italy. എത്ര നിസ്സാരമായി പറഞ്ഞു ഗേൾ ഫ്രണ്ട് എന്ന്. We lived together 1 year. അത് ശരി. അപ്പൊ ഒന്നിച്ചായിരുന്നു താമസം. എന്നിട്ടാണോ നിങ്ങൾ എന്റെ മുന്നിൽ പ്രണയ നാടകം കളിച്ചത്? നാണമല്ലേ നിങ്ങൾക്ക്? No. Please, cool down, Shilpa. മറ്റൊരു പെണ്ണിന്റെ കൂടെ ജീവിച്ച നിങ്ങൾ എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല. We were only friends. പൊതുസ്ഥലത്ത് വെച്ച് ഒരു പെൺകുട്ടിയെ ചുംബിക്കുന്നതും കിടപ്പറ പങ്കെടുത്തതോടെ ഫ്രണ്ട്ഷിപ്പ്. It's normal in Europe. It's normal. നമുക്ക് പിരിയാം. I cannot admit your culture. Hey Shilpa, no. It's normal in Europe. Please, Shilpa, please. No, Shilpa, she's only my friend, but you're going to be my wife. ഇറ്റലിയിലും ജർമ്മനിയിലും ഒക്കെ ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത് വെറും സ്വാഭാവികം മാത്രമാണ് എന്ന് കരുതി അവർ കല്യാണം കഴിച്ചോണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ആ മദാമ്മ ഫാബ്രിയുടെ വെറും ഒരു കൂട്ടുകാരി മാത്രമായിരിക്കാവുന്നേ. അപ്പൊ അയാൾ ചെയ്തൊന്നും തെറ്റില്ലെന്നാണോ അച്ഛൻ പറയുന്നത്? മോളെ, നമ്മൾ ഈ കേരളത്തിൽ പെണ്ണ് കാണാൻ പോകുന്ന പോലെ പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് ഒരു ചായ സൽക്കാരമൊക്കെ കഴിഞ്ഞ് കാർന്നവന്മാരുടെ മുന്നിൽ വെച്ച് വെറുതെ ഒന്ന് നോക്കി നിന്നിട്ട് നേരെ കല്യാണ പന്തലിലേക്ക് പോകുന്ന ഏർപ്പാടൊന്നും സായിപ്പന്മാർക്കില്ല. ആദ്യം ഒരു കൂട്ടുകാരാവും. അങ്ങനെ കൂടി ഒരു വർഷമൊക്കെ അങ്ങ് പോകും. അത് കഴിഞ്ഞ് അവർ ഒരുമിച്ച് ജീവിച്ചു നോക്കും. ആ പരീക്ഷണവും ഒരു വർഷത്തോളം നീളും. അത് കഴിഞ്ഞ് അവർ കല്യാണത്തെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യുള്ളൂ. ഇപ്പൊ നമ്മുടെ കൊച്ചിയിലും ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അയാളൊരു രണ്ടാം കെട്ടുകാരനായിട്ട് കാണാൻ കഴിയുള്ളൂ. Hi Shilpa. Hey Shilpa. ഇത് ഇറ്റലി അല്ല. എനിക്ക് നിങ്ങളുടെ രീതികളായിട്ടൊന്നും പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. I told you. Please try to understand me. ഇറ്റലിയിലെ ആ പെൺകുട്ടിയെ പ്രണയിച്ച നിങ്ങൾക്ക് ഇപ്പോൾ എന്നോട് പ്രണയം. നാളെ അത് മറ്റൊരു പെൺകുട്ടിയോട് ആവില്ലെന്ന് എന്താണ് ഉറപ്പ്? ശില്പ, എനിക്ക് നഷ്ടപ്പെട്ടത് പോയിക്കോട്ടെ, പക്ഷെ ഒരു മലയാളി പെൺകുട്ടിയുടെ മനസ്സ് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. ശില്പ, പ്ലീസ്. ചൂടുള്ള വാർത്ത. ദമയന്തിയെ കാണാനില്ല. നല്ല പീഡന കേസായിരിക്കും. ആരാണ് ദമയന്തി? വല്ല സീരിയൽ നടിയാണോ? അത് ഇന്ന് പത്രത്തിന് നല്ല ചെലവായിരിക്കുമല്ലോ. ഒരെണ്ണെടുത്താ ഏ നടിയാന്ന് നോക്കട്ടെ. വല്ല 35-40 ആയിരിക്കും. അയ്യോ സാറേ, ഇത് സീരിയൽ നടിയൊന്നുമല്ല. രാജാ രവിവർമ്മയുടെ പ്രശസ്തമായ ഒരു പെയിന്റിങ്ങിന്റെ പേരാ ദമയന്തി. ഓഹോ, അങ്ങനെ. കൊട്ടാരത്തിൽ നിന്നും പെയിന്റിങ് മോഷണം പോയി. അത് ശരി. അപ്പൊ ഒരു പണി നീ തന്നെ വായിച്ചു. അയ്യോ സാറേ, നമുക്ക് പോവാം. നമ്മുടെ ഭരണകാലത്ത് എന്തൊക്കെയാണോ നടക്കുന്നേ? വിഗ്രഹ മോഷണം, സ്വർണ്ണക്കട കൊള്ള, ATM കവർച്ച, വന്നിപ്പോ രവിവർമ്മ ചിത്രം വരെ മോട്ടിക്കാൻ തുടങ്ങിയിരിക്കുക. കൊട്ടാരത്തിൽ നിന്ന് ഇപ്പൊ മുഖ്യന്റെ ഓഫീസിലേക്ക് വിളിച്ചിരുന്നു. അതിന് ആഭ്യന്തരം എനിക്കല്ലല്ലോ. അല്ല, ആഭ്യന്തരമന്ത്രി എന്താ ഏതാണ്ട് കളഞ്ഞ അണ്ണാനെ പോലെ ഇരിക്കുന്നേ? അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു.
എത്രയും പെട്ടെന്ന് തൊണ്ടി കണ്ടെത്തും. ഓ, തൊണ്ടി കണ്ടെത്തും. എടോ, ഇതങ്ങനെ സമാധാനിക്കാൻ പറ്റില്ല. ഇത് കൊട്ടാരവുമായി ബന്ധപ്പെട്ട കേസാ. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അടിയന്തരമായി ചെയ്തേ പറ്റൂ. എന്നാ പിന്നെ മുഖ്യമന്ത്രി തന്നെ ചെന്ന് പടം വരച്ച് കൊടുത്തേരെ. വരച്ചു കൊടുക്കൂടൂ. പക്ഷേ മുഖ്യമന്ത്രി അല്ല, സാക്ഷാൽ രവിവർമ്മ തന്നെ. രവിവർമ്മയോ? ആ, രവിവർമ്മയെ പോലെ രവിവർമ്മ ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരു ഇറ്റാലിയൻ പെയിന്റർ. എന്തോന്നായുള്ള പേര്? ലാറിയെന്നോ ബെക്കറെന്നോ? ലാറിയും ബെക്കറൊന്നും അല്ല സർ, ലോറൻസോ ഫാബ്രി. കഴിഞ്ഞ വർഷം ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊരു മോഡലിനെ വെച്ച് അയാൾ പുനർജനിപ്പിച്ച രവിവർമ്മ ചിത്രങ്ങൾക്ക് അന്തർദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. എങ്കിൽ വിളിക്കടോ അയാളെ. അയാളെ കൊണ്ട് ഈ ദമയന്തി ചിത്രം പുനർജനിപ്പിച്ച് കൊട്ടാരത്തിൽ വയ്ക്കും. ആ, വെറുതെ ഇറ്റലി കിടക്കുന്ന ആളെ വിളിച്ചു വരുത്തി ചെല്ലും ചെലവും കൊടുത്ത് ഖജനാവിലെ കാശ് മുടിപ്പിക്കണോ? ഇതൊക്കെ നമ്മുടെ പോലീസുകാരെങ്കിൽ നോക്കിക്കോളും. പോലീസ് നോക്കിക്കോട്ടെ, നോക്കി നിന്നോട്ടെ. പക്ഷേ സായിപ്പ് ചിത്രം വരയ്ക്കും. സർ. ഓ, വെൽക്കം സർ. നമസ്കാരം. പ്ലീസ് കം. Hari. Now I welcome Miss Shilpa, the tour manager, to come forward. No. No. Come on, start. This is my place. Do you want to spoil my peace of mind? Okay? ഫോട്ടോ എടുത്തോണ്ട് നിൽക്കാതെ പോയി പെട്ടെടുക്കാൻ നോക്ക്. ശ്രീ, എന്താ ശില്പ ഇത്? നിനക്കറിയില്ലായിരുന്നോ ആ സായിപ്പും കൂടെ ഈ ടൂർ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നെന്ന്? അതിനെന്താ? അയാളോട് ഉൾപ്പെട്ട ഈ ഗ്രൂപ്പിന്റെ മാനേജരായി നീ ഇനി ഇവിടെ നിൽക്കരുത്. ശ്രീകുട്ടൻ എന്തായി പറയുന്നത്? എല്ലാം അവസാനിപ്പിച്ചല്ലേ? ഇനി ഇവിടെ നിൽക്കുന്ന അപകടമാണ്. എന്നെ നോക്കാൻ എനിക്കറിയാം. നീ എന്നോട് തർക്കിക്കാൻ നിൽക്കണ്ട. ഇപ്പൊ എന്നോടൊപ്പം ഇവിടെ ഇറങ്ങണം. എന്താ അബദ്ധ ശ്രീ പറയുന്നത്? അയാൾ ഇവിടെ ഉണ്ടെന്ന് കരുതി ഞാൻ എന്റെ ജോലി ഉപേക്ഷിച്ചു പോണോ? നിന്നെ ഇവിടെ ഒറ്റയ്ക്കിട്ട് പോകാൻ എനിക്ക് കഴിയില്ല. അമ്മാവനോട് ഞാൻ എന്ത് പറയും? ശ്രീ, എന്നെ ഓർത്ത് വിഷമിക്കണ്ട. ഐ ആം ജസ്റ്റ് ഡൂയിങ് മൈ ഡ്യൂട്ടി. ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. എന്നെ വിട് ശ്രീ. No, not a good mood. Not feeling well. Yeah, I'll call you back. Damn it. കൊള്ളാലോ മദാമ. Hey ma'am, no photograph, no photograph. Yes madam, no photograph, only watching, watching. Lovely place. വളരെ നന്നായിട്ടുണ്ട്. You know മലയാളം? കുറച്ച്. ഇറ്റലിയിൽ വെച്ച് ഞാൻ കുറച്ച് പഠിപ്പിച്ചിരുന്നു. എപ്പോഴാ ദമയന്തി ചിത്രം വരയ്ക്കുന്നത്? ഒരു മൂഡില്ല. യു ആർ എ ഗവൺമെന്റ് ഗസ്റ്റ്.
കാണാതെ പോയ ദമയന്തി ചിത്രം വരച്ച് കൊട്ടാരത്തിൽ കൊടുക്കണം. ഇറ്റ് ഈസ് എ പ്രസ്റ്റീജ് ഓഫ് അവർ ഗവൺമെന്റ്. ഇതെന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. ആ സായിപ്പ് ദമയന്തി വരയ്ക്കുന്നതിന് മുമ്പ് രാജാ രവിവർമ്മയുടെ കാണാതെ പോയ പെയിന്റിംഗ് ദമയന്തി ഒറിജിനൽ പെയിന്റിംഗ് ഞാൻ കണ്ടുപിടിക്കും. അതോടെ എന്റെ പ്രൊമോഷൻ ഉറപ്പാവും. വണ്ടി എടുക്ക്, ഡ്രൈവിംഗ് അറിയാമല്ലോ. യെസ് സർ. വിട്. സ്റ്റോപ്പ്, കം ഹിയർ. സർ, ഈ വീട്ടിലാണ് മോഷണം പോയ ദമയന്തി പെയിന്റിംഗ് കൊണ്ടെന്ന് രഹസ്യ വിവരം കിട്ടിയത്. കം ഓൺ. വേഗം വേഗം രമീന്റെ മോള് ഇവിടെ ഒളിച്ചോ. ദമയന്തി, എന്താ തന്റെ പേര്? മഞ്ചാടിക്കുന്നിൽ ശങ്കരൻ. എവിടെടാ ദമയന്തി? ദമയന്തി ഇവിടെ ഇല്ല. കള്ളം പറയരുത്. ദമയന്തി ഇവിടെ ഉണ്ടെന്ന് രഹസ്യ വിവരം കിട്ടിയിട്ടാ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഉണ്ട് സാർ, ദമയന്തി ഇവിടെ തന്നെ ഉണ്ട്. എത്രയും പെട്ടെന്ന് എനിക്ക് ദമയന്തിയെ പൊക്കി തൊണ്ടിയായി ഹാജരാക്കണം. കൊണ്ടുപോകരുത് സാർ, ഞങ്ങളെ ദമയന്തിയെ കൊണ്ടുപോകരുത്. കണ്ടവന്റെ മുതൽ അടിച്ചു മാറ്റി വെച്ചിട്ട് കൊണ്ടുപോകരുത്. അങ്ങനെ പറയുന്നതിൽ സങ്കടമുണ്ട് സാർ. ഇവിടത്തെ കൊച്ചമ്മ ദമയന്തിക്ക് വേണ്ടി 10 മാസം നൊന്ത് ദമയന്തിക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് രാജ രവിവർമ്മയാണ്. അതൊക്കെ നാട്ടുകാർ വെറുതെ പറയുന്നത് സാറേ. കൊച്ചമ്മ ടൈപ്പ് അല്ല. എടോ ഫൂൾ, ദമയന്തി രാജ രവിവർമ്മയുടെ സൃഷ്ടിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. രാജാ രവിവർമ്മ അങ്ങനെ ഒരാൾ ഈ വീട്ടിൽ വന്നിട്ടില്ല. പിന്നെ എങ്ങനെ ദമയന്തി അയാളുടെ സൃഷ്ടിയാവും? ഒരു ജഗന്നാഥവർമ്മ വന്നിട്ടുണ്ട്. നീ നിന്റെ കൊച്ചമ്മയെ രക്ഷിക്കാൻ നോക്കണ്ട. എല്ലാ തെളിവുകളും ഞങ്ങളുടെ പക്കലുണ്ട്. ശരിയാ, സാറിന് തെളിവുകൾ കിട്ടിക്കണം. ഇനി ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല. ഭർത്താവുമായി തെറ്റിപ്പിരിഞ്ഞ കൊച്ചമ്മ കേസും കോടതിയുമായി ഇവിടെ ഒറ്റയ്ക്ക് താമസമാക്കിയ ശേഷം അപ്പുറത്തെ പത്മനാഭപിള്ള 1-2 തവണ ഇവിടെ വന്നു പോയിട്ടുണ്ട്. ഈ രാജാ രവിവർമ്മ അങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടേ ഇല്ല സാർ. ഞാൻ ഇരുട്ടവൾക്ക് ടോർച്ചും തെളിച്ച് ഇവിടെ കാവലിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ എത്രയായി. എന്താ പിന്നെ ഞങ്ങൾ പോട്ടോ? ഞാൻ ഈ പത്മനാഭ പിള്ളയുടെ കാര്യം പറഞ്ഞത് മാത്രം കൊച്ചമ്മയെടുത്ത് പറയരുത്. എന്റെ പണി പോവും. എന്താ പേര്? രമണി. ദമയന്തി എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ദമയന്തിയെ കൊണ്ടുപോകരുത് സാർ. ദമയന്തിയെ കാണാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. മറ്റൊരാള് കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതൽ അപഹരിച്ചു വെച്ചിരിക്കുന്ന തെറ്റല്ലേ? മുഖ്യമന്ത്രിക്ക് ഏറെ താല്പര്യമുള്ള കേസാണിത്. ഏത് മന്ത്രിക്ക് താല്പര്യം ഉണ്ടായാലും എന്റെ ദമയന്തി ഞാൻ തരില്ല. പിടിവാശി വേണ്ട, ഞങ്ങൾ കൊണ്ടുപോകും. ഡ്യൂട്ടി ചെയ്യാൻ അനുവദിക്കണം. അമ്മേ അമ്മേ, എന്റെ പെയിന്റിംഗ് കൊണ്ടുവരുന്നു പറ അമ്മേ. എന്റെ ദമയന്തി മോളെ കൊണ്ടുപോകരുത്, കൊണ്ടുപോകരുത് സാർ. എടോ, ഇത് ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എന്റെ ദൈവമേ, വൈറലായി എന്നാ തോന്നുന്നു. എന്റെ തൊണ്ടയും പോയി, പ്രമോഷനും പോയി. അയ്യോ മാഡം, ഞങ്ങൾക്ക് വേണ്ടത് രവിവർമ്മയുടെ ഒറിജിനൽ ദമയന്തി ചിത്രമാണ്, അല്ലാതെ ദമയന്തി എന്ന് പേരുള്ള ഈ കുട്ടിയെയല്ല. ഈ പടം എനിക്ക് സ്കൂളിൽ നിന്ന് പ്രൈസ് കിട്ടിയതാ. ഇത് മോള് തന്നെ വെച്ചു. വാടോ, ഇയാളെ വേഗം ആശുപത്രിയിലാക്ക്, അല്ലെങ്കിൽ പുലിവാലാവും. അയ്യോ, പത്മനാഭ പിള്ളയുടെ കാര്യവും ഞാൻ അവരോട് പറഞ്ഞു. അങ്ങനെ ഞാൻ കാരണം ആ രഹസ്യവും പരസ്യമായി. പറഞ്ഞതോ കേരള പോലീസിനോടും. നിന്നോട് എന്താണ് ഗോസ്റ്റ്? എന്തായി? റിസോർട്ടിനകത്ത് കയറി കളിക്കണോടാ, തൂക്കിയെടുത്തിനകത്തിടും. അല്ല സാർ, ഞാനൊന്നിനും. ആരോടാ നീ കളിക്കുന്നത് അറിയാവോ? ഗവൺമെന്റ് ഗസ്റ്റ് ആണ് അദ്ദേഹം. കോപ്പാണ്, ഞാനൊന്നും പറയുന്നില്ല. ഈ ശ്രീകുട്ടനും ഫാബ്രിയും തമ്മിൽ എന്താ പ്രശ്നം? ശ്രീകുട്ടൻ ശില്പയുടെ മുറച്ചെറുക്കനാണ്. ശില്പ മോഡലാകാൻ സമ്മതിച്ചത് അയാൾക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ഗുഡ് മോർണിംഗ്. ആ ഇറ്റലിയിൽ നിന്ന് വന്ന പെയിന്റർ അല്ലേ? അയാൾക്കൊന്ന് മലയാളം പാട്ട് പഠിക്കണമെന്നുണ്ട്. ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? സായിപ്പിനെ മലയാളം പാട്ട് പഠിപ്പിക്കാൻ ഇപ്പോ സിറ്റിയിൽ ഏതെങ്കിലും മ്യൂസിക് ക്ലാസ്സിന് അയക്കാം. ഇല്ല, അയാൾ അങ്ങോട്ടൊന്നും പോവില്ല. അതിന് പറ്റിയൊരു ഭാഗവതർ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് മാഡം. ആരാത്? കേരളത്തിലെ പല റിയാലിറ്റി ഷോകളിലെ വിധികർത്താക്കളിൽ വെച്ച്
ഏറ്റവും കൂടുതൽ സംഗതി ഇട്ടിട്ടുള്ളത് ഇദ്ദേഹമാണ്. പുത്തൻ തലമുറയിലെ പാട്ടുകാരെല്ലാം ഇദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ചവരാണ്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ, ചെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ, നെയ്യാറ്റിങ്കര വാസുദേവൻ. ഇവരെ പോലൊക്കെ പ്രഗത്ഭനല്ലെങ്കിലും സായിപ്പിനെ പാട്ട് പഠിപ്പിക്കാൻ എന്തുകൊണ്ടും യോഗ്യനാണ് പൂവാർ പൂക്കുട്ടി. അന്നു നിന്റെ കാവിലിത്ര തുടുത്തിട്ടില്ല, അന്ന് നിന്റെ എന്ത് പറയട്ടെ കുട്ടി, ഇതൊന്നും ഇത്ര തുടുത്തിട്ടില്ല. പൊട്ടുകുത്താൻ അറിയാത്ത, തുണി നനയ്ക്കാൻ അറിയാത്ത ഷാപ്പുകാരൻ പൈലിയുടെ മോളെ. ഞാൻ എവിടെയെല്ലാം നോക്കി. നീ എന്താ ഫോട്ടോ എടുപ്പൊക്കെ നിർത്തിട്ട് ഇപ്പൊ ബാലെ ട്രൂപ്പിൽ ചേർന്ന്? ഞാനല്ല, അണ്ണനെ ഒരു ബാലെ ട്രൂപ്പിൽ ചേർക്കാനാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. നീ കാര്യം എന്താന്ന് വെച്ചോ പറ. ഈ മീൻപിടുത്തമൊക്കെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് ഇറ്റലിക്കാരനെ പാട്ട് പഠിപ്പിക്കാൻ പോകുന്ന ഭാഗവതരാവണം. എടേ അതിന് എനിക്ക് പാട്ടൊന്നും അറിയില്ല. അറിയില്ലേ? നിന്റെ ഈ ഹാർമോണിയം ഒക്കെ ഇല്ലേ? ഇതാണ് ഹാർമോണിയം. ഇന്നലെ ചൂണ്ടയിടാൻ പോയപ്പോ കായലിന്റെ അരികത്ത് നിന്ന് കിട്ടിയതാ. അപ്പൊ ഇതാണല്ലേ ഹാർമോണിയം. അണ്ണ, ഇത് നിന്റെ ഭാഗ്യം ഒന്ന് കരുതിയാ മതി. ഇന്നു മുതൽ നീ സായിപ്പിനെ പാട്ട് പഠിപ്പിക്കാൻ പോകുന്ന പ്രശസ്ത സംഗീതജ്ഞൻ പൂവാർ പൂക്കുട്ടിയാണ്. ഈയിടെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എല്ലാം ഞാൻ മനസ്സിലാക്കി തരാം, നീ വാ. Is it difficult to learn Kerala music? I mean to understand your... The musician is coming. Oh, really? ഈയിടെ എനിക്കിത് ഇട്ടിട്ട് ഒരുമാതിരി പിറം കടിക്കുന്നു. അഡ്ജസ്റ്റ് ചെയ്യണ്ണ. ഈയിടെ നമ്മളെ ഈ കള്ളത്തരങ്ങളെല്ലാം ഈ കൂതറ സാഹിബിന് പിടി. എവിടുന്ന്? ഇറ്റലിയിലെ റിയാലിറ്റി ഷോയിൽ ചെന്ന് പാടാനാ കക്ഷിക്ക്. നമ്മുടെ സംഗതികളൊക്കെ പഠിച്ച് അവിടെ പോയി ആളാവാനാ സായിപ്പിന്റെ ലക്ഷ്യം. അതൊക്കെ ഞാൻ ഏറ്റ്. പക്ഷെ ഈ കാശിന്റെ കാര്യം മാത്രം നീ മറക്കരുത്. അതൊക്കെ എപ്പോഴേ റെഡി. നമസ്കാരം. ഓ, ആശ്വാസമായി. അപ്പൊ മലയാളം അറിയാല്ലേ? അങ്ങനെ വലുതായിട്ടൊന്നും അറിയില്ല. Oh, the musician. Who is the master? നിന്റെ ഗുരുവാരാണെന്നാ ചോദിക്കുന്നേ. ശ്രീനാരായണ ഗുരു. ഓ, ശ്രീനാരായണ ഗുരു. അതല്ല, സംഗീതത്തിലെ ഗുരുവാരാണെന്നാ ചോദിച്ചേ. അതായിരുന്നു മൈ അച്ഛൻ, എന്റെ അച്ഛൻ മഹാകവി വാസുദേവൻ. വാസുദേവൻ? ഞാൻ ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ല. ഞാൻ ഇതുവരെ കണ്ടിട്ട് കൂടിയില്ല. വിളിച്ചോണ്ട് വന്നിട്ട് എനിക്കിട്ട് പണിയാതാ പറഞ്ഞു. Are you expert in music? എന്താ Did he tune some music for me? അല്ല, നിനക്ക് ട്യൂൺ ചെയ്യാൻ അറിയാമോന്ന്? എനിക്ക് ഇഷ്ടമാണ്. Oh, great. ഞാൻ ഒരുപാട് പേരെ ട്യൂൺ ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം ഈ 2 കുട്ടികളുമുണ്ട്. സത്യം. വട്ടേന്റെ അപ്പന്. What is he saying? I'm sorry, I'm not understanding. He is a big tuner, a great music director in Kerala. Oh, congratulations. It's an honor to meet you. ഇപ്പൊ എങ്ങനെയുണ്ടാ എന്റെ വെയിറ്റ്? നീ പൊക്കോ. നമ്മൾ രണ്ടുപേരും കൂടി സംഗീതത്തിന്റെ ആഴക്കടലിലേക്ക് മുങ്ങി തപ്പ പോവുകയാണ്. തപ്പണതൊക്കെ കൊള്ളാം, പക്ഷെ ബിഗ് തന്നെയാ നോക്കിക്കോണം. കാരണം ഞാൻ വാടകയ്ക്ക് എടുത്താണേ. ലേഡിയും കൂടെ വിളിച്ചോ. അറിഞ്ഞൂടായിരുന്നു വേറെ എന്തോ ആണ്. What? അറിഞ്ഞൂടാ, ഞാൻ നോക്കട്ടെ. എനിക്ക് എന്നെ പ്രാന്തായിട്ടിരിക്കുന്നു. നീ ഒന്ന് പിടിച്ചോക്ക്. ഇവിടെ പിടിച്ച കേട്ടോ. ഇതാണല്ലേ. നീ നോക്കിക്കോ. നിനക്ക് ഇറ്റലിയിലെ റിയാലിറ്റി ഷോയിൽ അടിച്ച് പൊളിച്ച് പാടാൻ പറ്റിയ ഒരു പൊളപ്പം പാട്ട് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരും. ഓ, യവന് മലയാളം അറിയില്ലല്ലോ. ഇംഗ്ലീഷ് പറഞ്ഞുതരാം. അടിച്ച് പൊളിച്ച് പാടാൻ പറ്റിയ ഒരു പാട്ട് ഞാൻ പഠിപ്പിച്ച് തരാം. ഓക്കെ? Okay, please. കാക്കേ 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 അറിയാമോ? കാക്ക കാക്കേ 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 കൂടവിട കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ. ഇനി നോക്ക്. ഞാൻ പറഞ്ഞുതരാം. അതെ, നമുക്ക് പറ്റിയ സ്ഥലമല്ലേത്. നമുക്ക് വേറെ പോവാ. ഓ, ഇതാണ് പറഞ്ഞത്. നിനക്ക് മലയാളം അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് മലയാളം വന്ന് കാരണം ഈ സ്ഥലം അത്ര ശരിയല്ല. നമുക്ക് വേറെ പോവാ. വാ 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 വാ, നീ വാ. വെറുതെ ഇങ്ങനെ ചിന്തിച്ചു നിൽക്കാതെ. ലെറ്റ് us go out. Oh no man, ഞാൻ വരുന്നില്ല. Please leave me alone. Come on man. You carry on. Yeah, okay.
വരയും കുറിയും ചായം തേടുമുടൽ അതിലൻ വിരലേ മീട്ടു പ്രേമഗസൽ അകലെ നിന്നൊഴുകി വന്നു ഞാൻ മധുരനാദാഞ്ജലി എൻ ഹൃദയ ഛായാതലം തന്നിൽ ഒരു നിറക്കാഴ്ചയല്ലോ നീ. ഹായ്. ശില്പ. Oh, so you still remember my name? ശില്പ. വിളിക്കണ്ട എന്നെ. എല്ലാം ഞാൻ മറക്കാൻ ശ്രമിക്കുക. Come on, Shilpa. Let's forget the past. എല്ലാം മറക്കാം. നിങ്ങൾക്കെല്ലാം പെട്ടെന്ന് മറക്കാൻ കഴിയുമായിരിക്കും. അല്ലേലും നിങ്ങൾ യൂറോപ്യൻസിന്റെ ബന്ധങ്ങളുടെ വില അറിയില്ലല്ലോ. Cool down, Shilpa. Cool down. എല്ലാം ഞാൻ മറന്നു വന്നതാ. അപ്പോഴാ നിങ്ങളുടെ ഈ രണ്ടാം വരവ്. You made me a world famous painter. അതെ, നിങ്ങൾ പ്രശസ്തനായി, അവാർഡുകൾ കിട്ടി, ന്യൂ ഏജ് രവിവർമ്മയായി. പക്ഷെ എനിക്ക് നഷ്ടപ്പെട്ടത് ജീവിതം. No, Shilpa. നീ ഒന്നും ലൂസ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ സംസ്കാരത്തില് ഇതൊന്നും അത്ര വലിയ കാര്യമായിരിക്കില്ല. പക്ഷെ ഒരു മലയാളി പെൺകുട്ടിക്ക് അവിടെ ചാരിത്രമാണ് ഏറ്റവും വലുത്. ചരിത്രം? ചരിത്രമല്ല, ഭൂമിശാസ്ത്രം. എനിക്ക് വേറെ പണിയുണ്ട്. Excuse me, man. പിന്നെ I'm sorry. എന്തൊക്കെയുണ്ട്? സുഖം തന്നെ. What's the meaning of ചരിത്രം? ചരിത്രം. ചരിത്രം. സായിപ്പ് നമ്മുടെ മഹാത്മാഗാന്ധി എന്ന് കേട്ടിട്ടില്ലേ? അവർ ഫാദർ ഓഫ് നേഷൻ, ഇന്ത്യസ് ഫാദർ ഓഫ് നേഷൻ. ജവഹർലാൽ നെഹ്റു, അവർ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ, ഹമാരാ പ്രധാനമന്ത്രി. ഇതാണ് ചരിത്രം. Hey, no. നോയാ? ഞാൻ ശില്പയുടെ ചരിത്രം കളഞ്ഞെന്ന് അവൾ പറഞ്ഞു. അത് ശരി. അപ്പൊ അതിനിടയ്ക്ക് ചരിത്രമൊക്കെ അടിച്ച് മാറ്റിട്ടാണ് വിട്ടതല്ലേ? ചരിത്രം? കള്ള സായിപ്പ്. ചരിത്രം. എന്താടോ? അല്ല മാഡം, ഈ ചരിത്രം ഫാബ്രി. തനിക്ക് വേറെ ജോലിയൊന്നുമില്ലേ? അതല്ല, ഈ ചരിത്രത്തിലൊക്കെ എനിക്കും താല്പര്യമുണ്ട്. മാഡം, ചരിത്രം. Please, Shilpa, listen to me. What do you want? രവിവർമ്മയ്ക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത ഡ്രീം പെയിന്റിംഗ് എനിക്ക് പൂർത്തിയാക്കണം. Will you help me? എന്താ നിങ്ങളുടെ ഉദ്ദേശം? അതിന് നീ പോസ്റ്റ് ചെയ്യില്ലേ? മതിയായില്ലേ നിങ്ങൾക്ക്? Please listen to me. എല്ലാം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നത് കാണണോ? Okay, Annalisa. Okay, I'm waiting for you, eh? Bye. Ciao. Hi. Oh, Matai. What are you doing here? Yeah, fine. എനിക്കും കൂടെ ഈ പടം വരയ്ക്കാൻ പഠിപ്പിച്ചു തരുമോ? It's not easy, man. കൊള്ളാലോ മദാമ്മ. Oh, she's my sister, Annalisa. Sorry. She's coming for a holiday. ഇങ്ങോട്ട് വരുന്നെന്നാ? ശില്പേക്കാൾ ഒട്ടും മോശമല്ല, ഫോട്ടോ കണ്ടിട്ട്.
സ്വർണത്തിൻ കളിത്താമരപ്പൂവേറും മനോഹരി ഈ സഞ്ചാരസ്വരം മൂളി വണ്ടിൻ ദാഹം മാറ്റുമോ ഒരു സ്വപ്നത്തിൻ പട്ടുനൂലിൽ അഭിലാഷങ്ങൾ കൊണ്ടു തുന്നി ലീലാലോലെ നിൻ തൂമാറിൽ പ്രണയാഞ്ജലിയായി ഇനി ഞാൻ ചാത്താം മൗനത്തിൻ മാറാല മാറ്റി സ്നേഹത്തിൻ പൂന്തേരിലേറി ജന്മത്തിൻ നിറക്കാഴ്ച കാണാൻ വരും നീ കാലത്തിൻ കൈത്താളമായി നാളത്തിൻ നീർപ്പന്തലേറി ജാലത്തിൻ കളിക്കൂട്ടുകാര വരം ഞാൻ നീരാമ്പൽ തേടുമ്പോൾ കാർമേഘം തേടുമ്പോൾ രാപ്പാടി നിന്നുള്ളിൽ രാഗം ശ്രീരാഗം ഇടനെഞ്ചു തേടിയാടിടുന്നു ശൃംഗാരത്തെയ്യം മൗനത്തിൻ മാറാല മാറ്റി സ്നേഹത്തിൻ പൂന്തേരിലേറി ജന്മത്തിൻ നിറക്കാഴ്ച കാണാൻ വരും നീ കാലത്തിൻ കൈത്താളമായ നാളത്തിൻ നീർപ്പന്തലേറി ജാലത്തിൻ കളിക്കൂട്ടുകാര വരം ഞാൻ സ്വർണത്തിൻ കളിത്താമരപ്പൂവേറും മനോഹരി ഈ സഞ്ചാരസ്വരം മൂളി വണ്ടിൻ ദാഹം മാറ്റുമോ മൗനം ഞാൻ സംഗീതം നീയല്ലോ തൂവൽ ഞാൻ ചെഞ്ചായം നീയല്ലോ നിന്നിൽ ഞാൻ എന്നിൽ നീ തേടുന്നുന്മാദം ഇനി നാളെ നാളെ നീളെ നീളെ ഓരോ സല്ലാപം മൗനത്തിൻ മാറാല മാറ്റി സ്നേഹത്തിൻ പൂന്തേരിലേറി ജന്മത്തിൻ നിറക്കാഴ്ച കാണാൻ വരും നീ കാലത്തിൻ കൈത്താളമായ നാളത്തിൻ നീർപ്പന്തലേറി ജാലത്തിൻ കളിക്കൂട്ടുകാര വരം ഞാൻ You keys, sir. Thank you. Wish you a happy journey, sir. Thank you very much. sir. See you again. Bye. Bye. Bye, sir. Please. Sorry, sir. Sorry. Good morning, sir. ഗുഡ് മോർണിംഗ് എവിടെയാ സായിപ്പ് ഏത് സായിപ്പാ, sir? ആ പടം വരയ്ക്കുന്ന ഇറ്റലിക്കാരൻ സായിപ്പ് ഓ മിസ്റ്റർ ഫാബ്രി. ആ അവൻ തന്നെ അവന്റെ വരപ്പ് ഞാൻ ഇന്നത്തോടെ അവസാനിപ്പിക്കും എന്താ എനി പ്രോബ്ലം, sir? കൊട്ടാരത്തിലെ ചിത്രശേഖരത്തിൽ നിന്നും ദമയന്തിയുടെ ചിത്രം മോഷ്ടിച്ചതാരാണെന്ന് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. ഫാദറിന് എന്തെങ്കിലും പറയണോ? സായിപ്പിനെ ഞങ്ങൾക്കൊന്ന് ചോദ്യം ചെയ്യണം. സർ അത് തത്ത പറയുന്ന പോലെ അവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. എവിടെ അവൻ? സർ റൂം നമ്പർ 501. ആ ഇങ്ങോട്ട് വന്നേ.
താനിതെങ്ങോട്ടാ? അല്ല സാഹിബിനെ ചോദ്യം ചെയ്തു. സാഹിബിനെ ഒറ്റയ്ക്ക് ഞാൻ ചോദ്യം ചെയ്തോളാം, താൻ ഇവിടെ നിന്നാ മതി. അവൻ ഇതുവഴി എങ്ങാണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ പിടിക്കാൻ തയ്യാറായി നിന്നോണം. വിട്ടില്ല ഞാൻ അവനെ. എന്റെ എല്ലാ ഇടപാടുകളും ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. എല്ലാ സത്യങ്ങളും നിന്നെ കൊണ്ട് തുറന്നു പറയിപ്പിച്ച് തൊണ്ടി ഞാൻ പൊക്കും. ഇംഗ്ലീഷ് പോലീസുകാരെ മാത്രം കണ്ടു വളർന്ന നിനക്ക് കേരള പോലീസുകാരാണെന്ന് ഇന്ന് ശരിക്കും മനസ്സിലാവും. അയ്യോ, ഇങ്ങനെയൊക്കെ പറയണമെന്നായിരുന്നു എന്റെ മനസ്സിന്റെ ആഗ്രഹം. ഓ, പക്ഷേ വിളമ്പന്റെ കാല് പിടിച്ചില്ലേ തൊപ്പി തലയും തെറിക്കുമല്ലോ. ഓ സായിപ്പേ കാപ്പാത്തുങ്കോ ഇന്ത മാത്താണ്ടത് ഏഴ് ഹെൽപ്പ് സായിപ്പേ ഹെൽപ്പ്. Hey, get up. What help? നീങ്ക ഹെൽപ്പ് പണിയില്ലെങ്കിൽ എന്റെ ക്യാപ്പ് തെറിക്കും. What? തൊണ്ട് കിട്ടിയില്ലെങ്കിലും ഈ ചാണ്ടിയെ കൊണ്ടൊരു പടം വരപ്പിച്ച് ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്ത ഒരു പ്രൊമോഷൻ എനിക്ക് ഉറപ്പാക്കാം. സാഹിബേ, എതിരൊന്നും പറയരുത്. എന്നെ സഹായിച്ചേ പറ്റൂ. കൊട്ടാരത്തിലെ ചിത്രവിഭാഗത്തിൽ ഏൽപ്പിക്കാൻ എന്തായാലും ഗവൺമെന്റിന് വേണ്ടി ഒരു പടം വരയ്ക്കുന്നുണ്ടല്ലോ, അതിനോടൊപ്പം എനിക്കും കൂടി ഒരു പടം വരച്ച് തരണം. I'm sorry, sir. I don't understand. സാഹിബേ, തൊണ്ടി തൊണ്ടി 20 അല്ല. എന്റെ ദൈവമേ, തൊണ്ടിയായി ഹാജരാക്കാൻ ഇതുപോലൊരു പടം വരച്ചിരണമെന്ന് ഞാൻ ഈ സായിപ്പിനെ ഏത് രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ. അയ്യോ അയ്യോ സായിപ്പേ, എനിക്കും കൂടി ഇതുപോലെ Don't touch my painting. No. like this for me one. ഡിപ്പാർട്ട്മെന്റിൽ തൊണ്ടി പ്രൊമോഷൻ. I understand. I'm sorry. No time. Please. No time? ഓഹോ, താൻ എന്തുകൊണ്ടോ വിചാരിച്ചേ? CI മാർത്താണ്ഡം വിചാരിച്ചാൽ തൊണ്ടി പൊക്കാൻ പറ്റില്ല എന്ന് കരുതിയോ? അങ്ങ് ഇറ്റലിയിൽ നിന്ന് ഇവിടെ വന്ന് ഞങ്ങളുടെ രാജാ രവിവർമ്മ കഷ്ടപ്പെട്ട് വരച്ചുണ്ടാക്കിയ ഞങ്ങളുടെ ശകുന്തളയും ഞങ്ങളുടെ ദമയന്തിയും ഞങ്ങളുടെ ലേഡിയറ്റ് ബാത്തും ഒക്കെ വരച്ച് ഇറ്റലി ചെന്ന് പ്രശസ്തനായി അവാർഡ് വാങ്ങിച്ച് 10 കാശുണ്ടാക്കിയപ്പോ ഇപ്പൊ ഞങ്ങളെന്നും കണ്ട അയാൾ തിരിച്ചറിയത്തില്ല. അവന് സമയമില്ല പോലും. മിസ്റ്റർ സായിപ്പേ, യു സ്കൗണ്ടർ, ബഫല്ലോ, ചെറ്റ്, ഇഡിയറ്റ്, ഫൂൾ, റാസ്കൽ, യൂസ്ലെസ്, ഗുഡ് ഫോർ നത്തിങ്, ഇന്റർനാഷണൽ ഇഡിയറ്റ്, യു ഗെറ്റ് ഔട്ട്. അയ്യോ, എന്താ ദൈവം. എന്താണോ ഇവിടെ? അനുഗ്രഹിക്കണം സാർ. സത്യം പറ, നീ വല്ലതും കണ്ടോ കേട്ടോ? കേട്ടു സാർ. പക്ഷെ സാർ ഈ ഇംഗ്ലീഷിൽ അവനെ ചീത്ത വിളിച്ച അവന് വല്ലതും മനസ്സിലാവുമോ സാർ? സായിപ്പിന് ഫീൽ ചെയ്യണമെങ്കിൽ അവനെ ഇറ്റാലിയൻ ഭാഷയിൽ ചീത്ത വിളിക്കണം. ഇറ്റാലിയൻ ഭാഷ പഠിക്കാൻ ഞാൻ ഇറ്റലിക്ക് പോകേണ്ടത്. അയ്യോ, ഇറ്റാലിയൻ ഭാഷ പഠിക്കാൻ ഇപ്പൊ ഇറ്റലിയിലൊന്നും പോകേണ്ട കാര്യമില്ല സാർ. എല്ലാം ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ട്. എന്താ പുരോഗതി. പണ്ട് നമ്മൾ ഒരു അറബി മാഷായിരുന്നു. ദുബായിലേക്ക് ആദ്യമായിട്ട് ജോലിക്ക് പോകുന്ന ആളുകൾക്ക് അത്യാവശ്യം അറബി പഠിപ്പിച്ചു കൊടുക്കലാണ് നമ്മളെ പണി. ദുബായ് കടപ്പുറത്തുനിന്ന് ഇറ്റലിക്ക് പുറപ്പെട്ട ഒരു ഉരുവില് നമ്മളും ഇറ്റലി ചെന്ന് പെട്ടതാ. പിന്നെ തിരികെ വരാൻ കൈ കായില്ലാത്തോണ്ട് നമ്മൾ അവിടെ അങ്ങോട്ട് കൂടി. പടത്തോന്റെ കൃപകൊണ്ട് ഇപ്പതാ നമ്മൾ ഇറ്റാലിയൻ പഠിപ്പിക്കുന്നു. എഴുതിക്കോളൂ. ബോൺജോർണോ. അതെന്താണ് സർ? അത് രാവിലെ തന്നെ നമ്മൾ മലയാളത്തിൽ ഗുഡ് മോർണിംഗ് പറയില്ലേ, അതല്ലേ? ഗുഡ് മോർണിംഗ് മലയാളമല്ലല്ലോ, ഇംഗ്ലീഷ് അല്ലേ? ഇപ്പൊ ഗുഡ് മോർണിംഗ് അത്യാവശ്യം മലയാളം തന്നെ. സോപ്പ്, പെൻസില്, ബെഞ്ചി എന്നൊക്കെ പറയില്ലേ, ഇതൊക്കെ പക്ക ഇംഗ്ലീഷ് ആയിട്ടാ. അതൊക്കെ മലയാളം തന്നെ. എഴുതിക്കോളൂ. ബോൺജോർണോ. നല്ല അസൽ ഇറ്റാലിയൻ തെറി പഠിപ്പിക്കുമല്ലോ. ഗ്യാരണ്ടി. എന്താ സംശയം? വരൂ സാർ. ഭാഷ ഏത് വേണമെങ്കിലും പഠിപ്പിക്കും. പക്ഷെ ഇറ്റാലിയൻ ക്ലാസ്സിൽ സീറ്റ് വേണ്ടേ? മന്ത്രി പറഞ്ഞോണ്ടൊന്നും കാര്യമല്ല. അയാളെ മോനെ ഇവിടെ സീറ്റ് കൊടുത്തില്ല. അസ്സലാമലൈക്കും. ഇതാണോ താൻ പറഞ്ഞ കക്ഷി? അതെ. ഇതാണോ താൻ പറഞ്ഞ ഇറ്റാലിയൻ മാഷ്? ഒരു തൊലിഞ്ഞ ലുക്ക്. സംശയിക്കണ്ട, നമ്മൾ തന്നെയാണ് അത്. ആള് CI ആണ്. CI ആയാലും CID ആയാലും നമ്മളെ സ്വഭാവത്തിന് മാറ്റം വരില്ല. ഫീസും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. ഫീസിന്റെ കാര്യം പറഞ്ഞു. വേറെന്ത് കാര്യമാ? അല്ല, ഒരു ക്ലൂ കൊടുത്തിട്ടുണ്ട്. ക്ലൂ കൊടുത്തിട്ടൊന്നും കാര്യമല്ല. പറയുമ്പോ ഫുള്ളായിട്ട് പറയണം. ദുബായിൽ ഇറ്റലിയിലേക്ക് പോയാൽ ഞാൻ ഒരു ഇറ്റലിക്കാരന്റെ പാചകക്കാരനായിട്ട് മാറി. മനസ്സിലാക്കണം. സാഹിബ് ചപ്പാത്തി ഉണ്ടാക്കാൻ പറയുമ്പോൾ നമ്മൾ പൊറോട്ട ഉണ്ടാക്കും. സാഹിബ് ബർഗർ ഉണ്ടാക്കാൻ പറയുമ്പോൾ നമ്മൾ ബർഗർ എടുത്ത് കൊടുക്കും. അവസാനം സാഹിബ് വെറുത്ത് ഇയാൾ എന്റെ അമ്മക്കും പാപ്പക്കും വിളിക്കും, നിരന്തരമായിട്ട് വിളിക്കും ഇറ്റാലിയൻ ഭാഷയിൽ. പറയുന്നതുകൊണ്ട് അസൂയ തോന്നരുത്. നമ്മളത് ബൈഹാർട്ടാക്കി ക്ലാസ്സിൽ കുട്ടികൾ വീട് തെളിക്കുമ്പോ നമ്മൾ അതിന് ഓരോ വിളിക്കും. വിളിച്ചോളൂ, മുഖം നോക്കാതെ വിളിച്ചോളൂ. ഇങ്ങനെ ഒരു തെറിവിളി മാഷ തന്നെയാണ് ഞാൻ തപ്പിക്കൊണ്ടിരുന്നത്. ക്ലാസ്. അവളോ? ഏതവള്? ഇവിടെ അവളെ ഞാൻ കാണുന്നില്ലല്ലോ. ക്ലാസ് എന്നുവെച്ചാ എനിക്ക് ക്ലാസ് പോടാ ഹംകെ. ഓഹോ എന്നാണ് അതിന്റെ മലയാള അർത്ഥം. ഓഹോ,
പ്രാന്തോ പ്രാന്തോ? എനിക്ക് പ്രാന്തല്ല മാഷെ. സീമോ പുഗ്ലിയോടി പോയിട്ടാനോ? മാഷെ ഇപ്പൊ പറഞ്ഞ തെറിയുടെ മലയാളം എന്താ? വെറുതെ ചിരിച്ച് സമയം കളയാതെ എന്തെങ്കിലും പഠിക്കാൻ നോക്കി ചെറ്റകളെ എന്നാണ് അർത്ഥം. ആ മാഷെ എനിക്കിത് മൊത്തം ആവശ്യമില്ല, അവസാനത്തെ ചെറ്റ മാത്രം മതി. ചെറ്റ പൊയ്റ്റാനോ? ആ പിന്നെ സായിപ്പ് തള്ളക്ക് വിളിച്ചായിരുന്നോ? ഇല്ല. പുബ്ലിയോ ബാപ്പറ്റിയോൺ. അപ്പൊ ഇത് ബാപ്പക്ക് വിളിച്ചതാ. പുബ്ലിയോ ബാപ്പറ്റിയോൺ. ബാപ്പറ്റിയോൺ. ഉമ്മാക്കിയും കൂടെ വിളിച്ചേരെ. അതെന്ത് പറയാനാ? പുബ്ലിയോ ഉമ്മാറ്റിയോൺ. പുബ്ലിയോ ഉമ്മാറ്റിയോൺ. ഉമ്മാറ്റിയോൺ. ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കിയൊക്കെ ചേർത്തോളൂ. ഇന്നലെ പറഞ്ഞത് പൂഗ്ലി. സാറ് ഇറ്റലിക്ക, ഭാര്യ നേഴ്സ. ടിയാമോ? അതെന്ത് തെറിയാ? ഐ ലവ് യു. അവനെ 10 പറയാൻ ഇത് ധാരാളം മതി. പിന്നെ കാണാം. നിന്റെ അച്ഛൻ ഉമ്മാറ്റിയോ ഉമ്മാറ്റിയോ നിന്റെ അമ്മൂമ്മ. ഇടിയോട്ടോ ഒരക്ഷരം ബസ്റ്റാടോ മയാലേ കൊക്കിയോ ബൊഫാലോ പാറാബൂട്ടെ മയാലേ പൊട്ടാറ്റോ സായിപ്പിന്റെ ഇടപാട് തീർന്നു. വെടിതല്ലോ കിടക്കുന്നു ധരണിയിൽ മായാലേ. ഇന്നലെ നമ്മൾ കൊല്ലം ബീച്ച് ഓർക്കിഡിലേക്ക് പോകുന്നത്. കഴിഞ്ഞ വർഷം അവിടെ വെച്ചാണ് ഫാബ്രിയും ശില്പിയും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞെന്നല്ലേ ജാക്സൺ പറഞ്ഞത്? എങ്കിൽ അതേ ബീച്ച് ഓർക്കിഡിൽ വെച്ച് തന്നെ അവരെ നമുക്ക് ഒന്നിപ്പിക്കാനും കഴിയണം. മാഷേ സ്ഥലമെത്തി. എഴുന്നേക്ക് ബാബാ. Get down. Come on, come on. Yeah, come on, come on. Please, ma'am. Thank you. എത്തിയല്ലോ. യാത്രയൊക്കെ സുഖമായിരുന്നു. നോ പ്രോബ്ലം. ഓക്കെ തന്നെ. എങ്ങനെയുണ്ട്? ടൂറൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടോ? ഞങ്ങളുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന നിങ്ങൾക്ക് സ്വന്തം ജീവിതത്തിലും അതൊക്കെ കണ്ടെത്തണ്ടേ? എല്ലാ ആഘോഷങ്ങൾക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒത്തുകൂടുമ്പോൾ ഞങ്ങൾ ടൂറിസം രംഗത്തുള്ളവർക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനല്ലേ കഴിയൂ. ഈ ബീച്ച് ഓർക്കിഡ് നിങ്ങൾക്കൊരു പുതിയ ആഘോഷത്തിന് തുടക്കമാവട്ടെ. Oh, hi. Welcome. Hi, you're welcome. Thank you. Oh, nice. She looks beautiful. Hi. Great. And Elisa, this is Shilpa. Yeah, I know. Nice meeting. I've seen in the painting. Oh. Hi, Jackson. Hi, Gloria. How was the flight? Fine. Okay, let's go. Come. Okay. Come. This is my new world. മദാമ അല്ല മദാലസ. വെൽക്കം സർ. ഇതാര്? വെരി ബ്യൂട്ടിഫുൾ. വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന് പറയായിരുന്നു. പ്ലീസ് കം സർ. അയ്യോ പോയാ. ഐ ആം കമ്മിങ്. മിസ്റ്റർ
ഫ്രാങ്കോ ബെർണാഡോ 70s ആയുർവേദ ടൂർ പാക്കേജ്. എക്സ്ക്യൂസ് മീ, എനിക്ക് മദാമർ മാത്രമുള്ള ടൂർ പാക്കേജ് ആണ് വേണ്ടത്. അതെ സർ, അതുകൊണ്ടാണല്ലോ സാർ ഞങ്ങൾ ആയുർവേദ ടൂർ പാക്കേജിന് സെലക്ട് ചെയ്തത്. ആയുർവേദോ അലോപ്പതിയോ എനിക്ക് പ്രശ്നമില്ല. ഫുൾ ടൈം ഫോറിനേഴ്സ് എന്റെ കൂടെ ഉണ്ടാവണം. പ്രത്യേകിച്ച് സാറാണ് കൊള്ളാലോ. ആഫ്രിക്കൻ ലൈഫിനിടയിൽ എനിക്ക് ഒട്ടും റിലാക്സ് ചെയ്യാൻ പറ്റിയില്ല. ആക്ച്വലി ഇവിടെ ഇപ്പൊ ടോട്ടൽ എത്ര മദാംസ് ഉണ്ട്? ഒരുപാടുണ്ട്. സാർ അതിന് ജ്യൂസ് കുടിക്കേ. മുസംബി, മാതളം, പപ്പായ, പൈനാപ്പിൾ, ഇതില്ലാതെ ജ്യൂസാ ഇത്? കുടിച്ചു നോക്കൂ സർ, ഇതൊരു പ്രത്യേക തരം ജ്യൂസാണ്. ഓക്കെ, ഈ കുഴന്ന് പിടിക്കോ? വേണ്ട. ഇതെന്ത് ജ്യൂസാണെന്ന്? എന്തിനു കൈപ്പാണ്? ഒരാഴ്ച നിങ്ങളുടെ റിസോർട്ടിൽ താമസിക്കുന്നതിന് 2 ലക്ഷം രൂപ അടച്ചവനാ ഈ ഫ്രാങ്കോ. എന്നിട്ടിപ്പോ വന്നോടനെ തന്നെ പാവക്ക ജ്യൂസ് തന്നെ പറ്റിക്കണ. ഒരു പ്ലേറ്റ് ബദാഷാക്കി മാറ്റേ. സാർ ആയുർവേദ പാക്കേജ് സെലക്ട് ചെയ്തുകൊണ്ട് പാവയ്ക്ക ജ്യൂസ് കൊണ്ടുവന്ന് ഇനി ഒരാഴ്ച കാലം സാർ ആയുർവേദ ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. പിന്നെ പാക്കേജ് മാറ്റൂ സാറപ്പം മദാമാസ് എങ്കിൽ പിന്നെ പാവക്കയോ പടവലങ്ങയോ സാമ്പാർ കഷ്ണോ എന്ത് പണ്ടാറും വേണമെങ്കിലും കൊണ്ടുപോയി മദാമയുടെ പാക്കേജ് മാത്രം മാറ്റരുത് പ്ലീസ്. കോൺസെൻട്രേറ്റ്. ഓക്കെ, റൈറ്റ്? Okay, Guru. I'm ready. Good, very good. Your enemy is coming. Now it's your chance. Your chance. അഭ്യാസമുറകളൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞു. എന്താ ഒരു കൈ നോക്കുന്നോ? നോക്കാം. Wow, what a brilliant fighter. മോനെ, 1947 മുമ്പ് നിങ്ങളുടെ വർഗവുമായി ഞങ്ങൾ ഏറ്റുമുട്ടിയിരുന്നു. അത് ഈ നാടിന് വേണ്ടി, ഈ മണ്ണ് തിരികെ പിടിക്കാൻ. ഇതിപ്പോ പെണ്ണിന് വേണ്ടിയാ. പൊയ്ക്കോണം, കണ്ടുപോകരുത് ഇവിടെ. പിടിക്കേ. സായിപ്പിനെ നമ്മൾ ശക്തി കൊണ്ടല്ല തോൽപ്പിക്കേണ്ടത്, ബുദ്ധി കൊണ്ടാണ്. ശ്രീകുട്ടന്റെ പെണ്ണിനെ ചതിച്ച സായിപ്പിനോട് പ്രതികാരം ചെയ്യാനുള്ള അവസരം ഇപ്പൊ സായിപ്പായിട്ട് തന്നെ കൊണ്ടുവന്ന് തന്നിരിക്കുക. ശില്പയോട് സായിപ്പ് ചെയ്തതുപോലെ സായിപ്പിന്റെ പെങ്ങളായ അനാലിസയോട് ശ്രീകുട്ടൻ ചെയ്യണം. ശ്രീകുട്ടൻ അവളെ പ്രേമിക്കുന്നതായിട്ട് അഭിനയിക്കണം. എന്നിട്ട് അവൾക്ക് നല്ലൊരു സമ്മാനവും കൊടുത്ത് ആ സായിപ്പിന്റെ കാൽ ചൂട്ടിൽ കൊണ്ടിട്ട് കൊടുക്കണം. ചെല്ല് ശ്രീകുട്ട, ചെല്ല്. കേരളത്തിൽ ആൺകുട്ടികളുണ്ടെന്ന് സായിപ്പ് അറിയട്ടെ. എന്തെങ്ങനെ നോക്കുന്നത്? Shilpa, do you still love me? I'm still loving you. Yeah. I know. Hello. Oh, the great fighter. Oh. I really admire you. Oh, അതെ അതെ. I also loves you. Yes. Hey, Sabri. Hey, Shilpa, good morning. Hi, good morning.
I'm ready. Oh, you're ready? you look beautiful. No, not that. നിങ്ങളുടെ മനസ്സിലുള്ള ആ ഡ്രീം പെയിന്റിങ്ങിന് വേണ്ടി പോസ് ചെയ്യാൻ ഞാൻ തയ്യാറാ. Yes. I never needed anyone to make me alive. All my dreams seems like castle in the sky. I stand before you with my heart full of love. Everything I have I give you. Never lived before your love. Never felt before your touch. Never needed anyone to make me alive for me. I never lived before your love. I never lived before your love. I never felt the touch before your touch. Why the sun decides to shine, but you breathe the life just in time. I love you. എന്താണോ ഈ ഇളക്കം? ഡ്രീം പെയിന്റിങ്ങിന് ശില്പ സമ്മതിച്ചു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എന്റെ പെണ്ണിന്റെ പുറകെ നിന്നെ കണ്ടോ വീണ്ടും ഈ തെറ്റയുടെ മുന്നേ പോസ് ചെയ്യാനാണോ നിന്റെ തീരുമാനം? ഞാൻ കാരണം ഒരു കലാസൃഷ്ടി മുടങ്ങാൻ പാടില്ല. കലാസൃഷ്ടി ഇവന് ഞാൻ പണി വേറെ കൊടുക്കുന്നു. Slowly, Shilpa, slowly come down. Come on, give me your hand. Okay, slowly. Something falls down and you bend down to pick. Hey Shilpa, Nani Kanda, do it. Bend. Then somebody calling you. Okay, look there, your final look. Yes. Hey Shilpa, wait. Don't make me run. Come on, be slow. Oh. I love you. Wonderful. എന്താ സാറേ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? വിഷമം മാറ്റാനുള്ള ചില മരുന്നുകൾ എന്റെ കയ്യിലുണ്ട്. താനേതാ? ഞാൻ മൂന്നാർ മത്തായി, ഫോട്ടോഗ്രാഫറാണ്. പിന്നെ ഇങ്ങനെ റിസോർട്ടിൽ വരുന്ന സാറന്മാർക്ക് നേരം പോക്കിനുള്ള ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. സാറിന്റെ കയ്യിൽ ഡോളേഴ്സ് ഉണ്ടോ? ഒരു ഫോൺ കോൾ മതി, ഇപ്പൊ ഇനി വരും. താനിവിടെ ഇരിക്കേ, തന്റെ സഹായം എനിക്ക് വേണം. താൻ ഇതുവരെ കണ്ട സാറുമാരെ പോലുള്ള ആളല്ല ഞാൻ. പിന്നെ ജർമ്മനിയിലെ ഒരു മദാമയെ കല്യാണം കഴിക്കുക എന്നുള്ളത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഹലോ ശരി, മേരി, രാജേശ്വരി, 3 പേര്. ഹലോ, ഇങ്ങോട്ട് വന്നിട്ടേ തങ്ക ഭസ്മ കുറികിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച 48. അയ്യോ, എന്ത് മുടിഞ്ഞ കനം പിടിച്ചപ്പോ. ഒരു നമുക്ക് ഡാൻസ് കളിക്കാം. കമോൺ. അതിനെ നാട്ടുകാരും കൂട്ടുകാരും കൂടി എനിക്കൊരു ഇരട്ടപ്പേരിട്ടു. ജർമ്മൻ ഷെപ്പേർഡ്. ജർമ്മൻ ഷെപ്പേർഡിന്റെ അച്ഛൻ. ജർമ്മൻ ഷെപ്പേർഡ്. നിലവിടെ. ജർമ്മൻ ഷെപ്പേർഡ്.
എന്താടാ നിന്ന് കിടക്കുന്നത്? ഓ, ഇവന്റെ മറ്റേ പേരാരെങ്കിലും വിളിച്ചു കാണും. എന്നെ കളിയാക്കണേ ഒരു മറുപടി കൊടുക്കാൻ തയ്യാറായിട്ടന്നെ ഞാൻ വന്നിരിക്കുന്നത്. എനിക്കറിയാം, അവനെ എന്റെ മോനാ. ഏതെങ്കിലും മദാമ്മയെ കെട്ടാനുള്ള സൂത്രം അവന് ഒപ്പിച്ചു കാണും. അങ്ങനെ ഒരു സൂത്രം ഒപ്പിച്ചിട്ടാണ് അമ്മയുടെ ഈ മകൻ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. എന്ത് സൂത്രം ഏട്ടാ? അതൊക്കെ മദാമ ജർമ്മൻകാരിയാണോ ഇറ്റലിക്കാരിയാണോ? ജർമ്മൻ മദാമെ തന്നെ കിട്ടണം, എങ്കിലും ജർമ്മൻ ഷെപ്പേഡ് എന്ന് പറയുന്നത് എന്താടാ ഈ പറയുന്നത്? ജർമ്മൻ ഷിപ്പയാർഡ് വിളിച്ചു കളിയാക്കുന്ന നാട്ടുകാർക്കും കൂട്ടുകാർക്കും മറ്റെല്ലാവർക്കും ഒരു കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് നിങ്ങളുടെ ഈ പപ്പു ഒരു മദാമ്മയുടെ കഴുത്തിൽ താലി കെട്ടാൻ പോവുകയാണ്. ഇനിയുള്ള നാളുകളിൽ ഞാൻ മദാമ്മയും കൂടി ജർമ്മനി, ഇറ്റലി, ആഫ്രിക്ക, ചക്ക സോക്ലിക്ക എന്നീ സ്ഥലങ്ങളിലായിരിക്കും ഞാൻ. നീ എങ്ങോട്ടെങ്കിലും വെക്കോ, കാര്യം എന്താ തെളിച്ചു പറ. ഇനി നമ്മൾ ഈ ചറ്റപ്പുരയിൽ കഴിയേണ്ടവരല്ല, ഇത് നമുക്ക് ഉപേക്ഷിക്കാം. നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ യൂറോപ്പിന്റെ മടിത്തട്ടിലേക്ക് എത്തിക്കും. അപ്പൊ നമ്മൾ രക്ഷപ്പെടും. രക്ഷപ്പെടും, പക്ഷേ അച്ഛനോട് സമ്മതിക്കണം. ഞങ്ങൾക്കൊരു എതിർപ്പില്ല മോനെ. നീ ഒരു മദാമ്മയെ കെട്ടി ഈ കുടുംബം ഒന്ന് രക്ഷപ്പെടുന്നത് കാണാൻ ഞാനും നിന്റെ അച്ഛനും എന്നേ കാത്തിരിക്കുക. അതിന് നമ്മളിങ്ങനെ കാത്തിരുന്നിട്ട് കാര്യമില്ല. ഞാൻ ഇതുവരെ ചെയ്തതുപോലെ ചെയ്തിട്ടും കാര്യമില്ല. മദാമ്മമാരെ കെട്ടണമെങ്കിലേ അവര് താമസിക്കുന്നിടത്ത് ഞാനും പോയി താമസിക്കണം. മദാമ്മമാര് വിദേശത്തല്ലേ? അതല്ല, 1-2 ആഴ്ചത്തെ ടൂർ പാക്കേജിന് വേണ്ടി റിസോർട്ടിൽ താമസിക്കാൻ എത്തുന്ന മദാമ്മമാരാണ് എന്റെ ലക്ഷ്യം. അതിന് നിന്നെ ആരെങ്കിലും റിസോർട്ടിൽ കയറ്റുവാടാ? എന്റെ അച്ഛൻ കാശ് കൊടുത്താൽ ഏത് ചെറ്റക്ക് അവിടെ താമസിക്കാം. അച്ഛന് വരെ അതിനുള്ള കാശ് ആര് തരും? അച്ഛൻ തരണം. ഞാനോ? അതെ, ഒരാഴ്ച റിസോർട്ടിൽ താമസിക്കുന്നത് 2 ലക്ഷം രൂപയെങ്കിലും വരും. അത് ഈ വീടിന്റെ ആധാരം പണയം വെച്ച തന്നെ ധാരാളം. കിടപ്പാടം പണയം വെച്ചതിന് നിനക്ക് റിസോർട്ടിൽ താമസിക്കണം അല്ലേടാ? എന്ത് മഹാഭാവാണ് നീ പറയുന്നേ? കയറി കിടക്കാൻ ഈ കൂരി ഉള്ളതും കൂടി കളയണല്ലേ? ഇല്ല, മദാമ്മമാരുടെ പുറകെ കിടന്ന് ജീവിതം കളഞ്ഞു. ഇനി വീട് കൂടി കളയാൻ ഞാൻ കൂട്ടു നിൽക്കില്ല. നാട്ടുകാരും കൂട്ടുകാരും ഇരട്ട പേര് വിളിയിട്ട് ഞാൻ മടുത്തു. ഈ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ തീരണമെങ്കിൽ ഞാൻ വിദേശത്തെത്തിയേ പറ്റൂ. എന്റെ മുമ്പിൽ ഇതിന് ഒറ്റ വഴിയേ ഉള്ളൂ. റിസോർട്ടിൽ ചെന്ന് ഏതെങ്കിലും ഒരു മദാമയെ ചാക്കിലാക്കണം. അതിനുവേണ്ടി ഞാനത് ചെയ്തു. എന്ത്? എന്റെ കൂട്ടുകാരന്റെ പ്രൈവറ്റ് ബാങ്കിൽ നമ്മുടെ ഈ വീടിന്റെ ആധാരം പണയം വെച്ച് 2 ലക്ഷം രൂപ ഞാൻ പൂവാറിലുള്ള ഐസോറടി കൊക്ക എന്ന റിസോർട്ടിൽ അടച്ചു. എടാ കുടുംബദ്രോഹി, കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കുന്ന പെങ്ങന്മാരെങ്കിലും നീ ഓർത്തോടാ. നീ എന്റെ മോനല്ല. നിന്നെ എനിക്കിനി കാണണ്ട. ആധാരം വെള്ളത്തിൽ പോകും. 2 മദാമ്മസ് കുട്ടിയാകാം. ഹലോ, എന്റെ ആധാരം പണയം വെച്ച് എടുക്കാൻ വേണ്ടിട്ടാ. ഹലോ, ഇറ്റലിയാണോ ജർമ്മനിയാണോ? എന്ത് കഷ്ടം. എന്റെ ആധാരം ഞാനേ ഒരു വന്നേ പറയട്ടെ. നാട്ടുകാരുടെ ചവിട്ടും കൊണ്ട് ഇപ്പൊ മാതാമയുടെ ചവിട്ടും. ഹലോ സർ. ഹലോ, നീയായിരുന്ന? എന്നെയൊക്കെ പ്രേമിക്കാനായിരുന്നെങ്കിൽ എന്റെ വീടിന്റെ ആധാരം പണയം വെച്ച് ഇവിടെ വരേണ്ട വല്ല ആവശ്യമുണ്ടാ? വാവ്, സൂപ്പർ. Really beautiful. ഞങ്ങൾക്ക് എന്തായാലും സന്തോഷായി. നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്നിച്ചല്ലോ. ശ്രീയേട്ടന് അനാലിസിയോട് ഇഷ്ടം തോന്നിയത് എനിക്കൊരു ആശ്വാസമായി. ഒരു കുറ്റബോധം ഇല്ലാത്ത പോലെ. Hi. Oh, hi. Yes, Shilpa. Shall we get married? What? ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കട്ടെ എന്ന്. What? എന്താ? Yeah! Yes! Yes, yes, I'm so happy. You. My God.
Love penetrates the heart of me, your heart inside mine. Heart will beat and hand could to be one last name. Out in the moonlight, with the smell of dream flowers, snow drops that flows on the grass with life. Ghosts in the sharpened dress of earth, ghosts in the sharpened dress of earth. It's me and you, in deep desire and love. The dark cloud covers moon as to be one. The eyes of you are close, the lips are lovely wet. The river is hot and cool with rhythmic movement. That's love flows from me that tucks by you, the blue river. Wind is hot, just you are hot, in and out of body. Love that comes to you, me alone, and it's me alone, me alone. You and me are always one with emotion and desire. What a love because the girl of dream and passion, dream and passion, dream and passion. The feel that you woke to me in romantic lover, romantic lover, romantic lover. Hi, Sri. അടുത്ത ആഴ്ച ഞങ്ങളുടെ പ്രോഗ്രാം വേണമെന്ന് പറഞ്ഞിരുന്നു, അതൊന്ന് സംസാരിക്കാൻ വന്നതാ. അതിരിക്കട്ടെ. പിന്നെ എങ്ങനെയുണ്ട് ആ മദാമയായിട്ടുള്ള റൊമാൻസ്? ഏത് മദാമ? ഒന്നറിയാത്ത പോലെ അനാലസിയായുള്ള സ്നേഹത്തെ കുറിച്ച് ഞാൻ ചോദിച്ചത്. അയ്യോ, നീ കാര്യമായിട്ട് ചോദിച്ചാണോ? അങ്ങനെ ചിരിച്ചതല്ലൊന്നും വേണ്ട, എല്ലാം ഞാൻ അറിയുന്നുണ്ട്. എടി മണ്ടി, നീ വിചാരിക്കുന്ന പോലെ എനിക്ക് ആ മദാമയോട് പ്രണയവും കുന്തമൊന്നും ഇല്ല. പിന്നെ ആ സായിപ്പിനോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടി ഞാൻ ആ മദാമയെ പ്രണയിക്കുന്ന പോലെ അഭിനയിച്ചെന്നേ ഉള്ളൂ. എന്റെ മനസ്സിൽ അന്ന് നിന്ന് ഒരു പെണ്ണേ ഉള്ളൂ, അത് നീയാ, നീ മാത്രം. വിശ്വാസമായില്ലേ ചെന്നാ മൂന്നാർ മത്താടി ചോദിക്കേ, അവനാ എനിക്ക് ഈ ഐഡിയ എല്ലാം പറഞ്ഞു തന്നത്. അതെ അതെ അതെ, വിളിച്ചോളാം. താൻ എന്താ വിചാരിച്ചത്? എന്താ മാഡം? ശ്രീകുട്ടനോട് താൻ എന്താ പറഞ്ഞു കൊടുത്തത്? ഏയ്, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ തന്നെ മാഡം ആ സായിപ്പന്റെ മുമ്പിൽ പോസ് ചെയ്തതും അയാള് തൊട്ടതും പിടിച്ചതുമൊക്കെ ശ്രീകുട്ടനോട് പറയാൻ പറ്റുമോ? അതല്ല, അനാലിസിന് മുൻപിൽ പ്രേമ നാടകം കളിച്ച് ഫാബ്രിയോട് പ്രതികാരം ചെയ്യാൻ ശ്രീകുട്ടനെ ഉപദേശിച്ചത് താനല്ലേ? അത് ഞാൻ തനിക്കിതൊക്കെ ഒരു തമാശയായിരിക്കും, പക്ഷെ എല്ലാം അറിയുമ്പോ ആ അനാലിസിയുടെ മനസ്സ് എന്തുമാത്രം വിഷമിക്കും. മാഡം അനാലിസയുടെ വിഷമത്തെ കുറിച്ച് മാത്രം ഓർക്കുന്നു. പക്ഷേ കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് കളിച്ചു വളർന്ന കളിക്കൂട്ടുകാരി വീണ്ടും സായിപ്പുമായി പ്രണയത്തിലാണെന്ന് അറിയുമ്പോൾ ആ ശ്രീകുട്ടന്റെ മനസ്സ് എന്തുമാത്രം വിഷമിക്കും. താൻ എന്നെ വേദാന്തമൊന്നും പഠിപ്പിക്കണ്ട. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. എടോ, താൻ ഇങ്ങനെ ഒരു ഐഡിയ ശ്രീകുട്ടന്റെ മനസ്സിൽ കുത്തിവെച്ചതുകൊണ്ട് തകരാൻ പോകുന്നത് ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളാ. ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഫാബ്രിയുമായി വീണ്ടും അടുത്തപ്പോ ശ്രീകുട്ടൻ അനാലിസ് ഉണ്ടല്ലോ എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. എല്ലാം താൻ കാരണം. സോറി മാഡം. നോ, ഐ വാണ്ട് ആൻ എക്സ്പ്ലനേഷൻ. താൻ എന്തിനാ ശ്രീകുട്ടനെ കൊണ്ട് വെറുതെ ഇങ്ങനെ ഒരു വേഷം കെട്ടിച്ചത്? നിങ്ങൾ തമ്മിൽ വീണ്ടും അടുത്തപ്പോ അതിന് ഇതൊന്നും അറിയാത്ത ശ്രീകുട്ടൻ ഒരു ദിവസം എല്ലാം അറിയുമ്പോ അയാൾ തകർന്നു പോകാതിരിക്കാൻ അയാൾക്ക് പിടിച്ചു നിൽക്കുന്ന ഒരു അനാലിസ് എങ്കിലും വേണ്ടേ? അപ്പോൾ ശ്രീകുട്ടൻ അനാലിസിനെ ചീറ്റ് ചെയ്യായിരുന്നു, അതും ആ മണ്ടം പറഞ്ഞു കേട്ടിട്ട്. പക്ഷെ ജാക്സൺ, ഞാനും ഫാബ്രിയുമായി വീണ്ടും അടുത്തു എന്ന് അറിയുമ്പോ ശ്രീകുട്ടൻ എങ്ങനെ പ്രതികരിക്കുന്ന എന്റെ പേടി. ഒരുപക്ഷെ ഫാബ്രിയുള്ള വാശിയേക്കാൾ ഉപരി കളിക്കൂട്ടുകാരുടെ ഇഷ്ടക്കൂടുതലുണ്ടാകാം അനാലിസിയോട് ശ്രീകുട്ടൻ ഇങ്ങനെ പെരുമാറിയത്. ഒരിക്കൽ ഫാബ്രിയുമായി എല്ലാം അവസാനിപ്പിച്ചതാ, പക്ഷെ ഒരു ദൈവനിശ്ചയം പോലെ ഫാബ്രി വീണ്ടും എന്റെ ജീവിതത്തിലേക്ക് വന്നു. ശില്പ വിഷമിക്കാതിരിക്കൂ, ഈശ്വരൻ കാട്ടുതരുന്നൊരു വഴിയുണ്ടാവും, അതേ നടക്കൂ, അതുമാത്രം. ഇവർക്ക് കിട്ടിയ പോരട്ടെ പോരട്ടെ, ചിക്കനും മട്ടനും തന്തൂരി എല്ലാം പോരട്ടെ. ഇവിടെ ഇതെന്താ? എന്താണ്
അയാളോട് ചൂടാവണ്ട, ഞാൻ പറഞ്ഞുതരാം സാർ. ഇത് വാഴപ്പിണ്ടി, ഇത് വാഴക്കൂമ്പ്, ഇതൊക്കെയാണ് ആയുർവേദ പാക്കേജിലെ ഡിഷസ്. സാറിന് ജ്യൂസ് കൊടുത്തില്ലേ? അയ്യോ, എനിക്ക് ജ്യൂസ് വേണ്ട പെങ്ങളെ. കഴിക്കൂ സാർ. അതെ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഈ വാഴപ്പിണ്ടിയും ഈ വാഴക്കൂമ്പും തന്നെ പറ്റിക്കാണോ പരിപാടി? ഇതെല്ലാം ആയുർവേദ പാക്കേജിന്റെ ഭാഗമാണ് സാർ. സാർ ഇനി എന്തെല്ലാം കഴിക്കാൻ കിടക്കുന്നു. എന്റെ ദൈവമേ, 2 ലക്ഷം രൂപക്ക് എന്തോരം ഇറച്ചിയും പൊറോട്ടം തിന്നായിരുന്നു. ദേ കിടക്കണ അത്തപ്പൂക്കളം. എന്തായി, വല്ലതും നടക്കോ? എന്തു പറയാനാ ചേട്ടാ, കിടപ്പാടം പോകുമെന്നുള്ളത് ഏകദേശം തീരുമാനമായി. എനിക്കാണെങ്കിൽ വിശന്നിട്ടും പറഞ്ഞില്ല, ഇവരാണെങ്കിൽ എനിക്കൊന്നും തന്നൂല. അത് നിവന്മാര് കൊണ്ടുവരുന്നത് കഴിക്കാൻ കാത്തു നിൽക്കുമ്പോഴല്ലേ പ്രശ്നം. പിന്നെ എനിക്ക് അടുക്കളോട്ട് കയറി ചെല്ലാൻ പറ്റുമോ? അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടോ? ഇവിടെ താമസിക്കുന്ന ആർക്കും എത്ര വേണമെങ്കിലും എടുത്ത് കഴിക്കാം, ഒരുത്തരം ചോദിക്കാൻ പറ്റില്ല. ചെല്ല്, അങ്ങനെയെങ്കിലും കാശ് മുതലാക്കാൻ നോക്ക്. ആണോ? ഇതൊക്കെ നേരത്തെ പറഞ്ഞു തരണ്ടേ, മനുഷ്യന്റെ വിശപ്പും കിട്ടുപോയി. എന്നാലും കുഴപ്പമില്ല. മുന്തിരി തന്നെ ഉടങ്ങാം. ആപ്പിള് ഇരിക്കട്ടെ, പിന്നെ കഴിക്കാം. പഴം മതി. പിന്നെ ഒതളങ്ങ അല്ല, മത്തങ്ങ അല്ല, വേണ്ട. പച്ചവെള്ളം, മൈദ ഇല്ല, ഐസ്ക്രീം കൊള്ളാം. ഉപ്പ് പുളി, ഇതെന്ത്? ഒതളങ്ങ ജ്യൂസ്. അവന്റെയൊക്കെ ഒരു വാഴപ്പിണ്ടിയും വാഴക്കൊലയും എന്റെ അടുത്ത കളി. തുളുമ്പി പോകും. അയ്യോ, എന്നെ ഞാനുള്ള സമയം കൊണ്ട് കാര്യങ്ങൾ റെഡിയാകട്ടെ. ധൃതി പിടിക്കാതെ സാറേ, നീ ചവിട്ട് കൂടി ബാക്കിയുണ്ട്. ഇനി ചവിട്ടാ? എന്റെ ഫെഡലി, എടാ 2 ലക്ഷം രൂപ തന്നിട്ട് നിന്റെയൊക്കെ ചവിട്ട് പോലാണ് പാവക്ക ജ്യൂസ് കുടിക്കാനും അല്ലെന്ന് ഞാനിവിടെ വന്നത്. എടാ, എനിക്ക് വേറെ പരിപാടി ഉണ്ടെന്ന്. അയ്യോ, ചവിട്ട് കഴിഞ്ഞാൽ വെട്ടാടാ. ഇന്ന് എനിക്ക് ചവിട്ടാൻ വേറെ ആളെ കിട്ടിയില്ല. ചവിട്ടാതെ ഞാൻ വിടില്ല സാറേ. ഞാനും പഴയ കളരിക്കാരാട്ടേടാ. വേണ്ട സാറേ, സാറിനെ ഇടയ്ക്ക് ഇറക്കി വിട്ടാ എന്റെ ജോലി പോകും. ഞങ്ങളുടെ GM ആനന്ദൻ സാറ് എല്ലാം ക്യാമറ കൂടി കണ്ടോണ്ടിരിക്കുക. അയ്യോ, ഏത് തെണ്ടിയാണ് അതൊക്കെ ക്യാമറ കണ്ട് സൂക്ഷിക്കണത്? എന്റെ കാശും പോയി, എന്റെ വീടും പോയി, എന്റെ മദാമയും പോയി. ഇനി ഇവിടെ നിന്നാ എന്റെ മാനവും കൂടി പോകും. സാറേ, ചവിട്ട്. എന്റെ എല്ലാം ക്യാമറ പകർത്തി നാളെ തൊട്ട് ബ്ലൂടൂത്തിൽ വരും. എവിടെയൊക്കെ ക്യാമറ വെച്ചിട്ടുണ്ടാവോ? 4 വഴി ക്യാമറ അല്ല, പ്രാവും കൂടാ. ഇതിലേക്കൂടി പോകാം. എന്റെ ദൈവമേ, ഈ വഴി പോകാം. ഇനി ഞാനങ്ങനെ വെളിയിൽ ഇറങ്ങി നടക്കും. അയ്യോ, അമ്മേ തല. നടന്ന് 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 അവൻ അവസാനം മദാമയെ ഒപ്പിച്ചു. അത്താഴ പട്ടിണിക്കാരനെ ഫുഡ് ഫെസ്റ്റിവലിലേക്ക് കയറ്റി വിട്ടതുപോലായി. മദാമയുടെ കാര്യം പോക്ക. അയ്യോ, വീട്ടിൽ നിന്നല്ല. ആ പറമോളെ, വീട്ടിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ചേട്ടാ, ഇത് രഞ്ജുവാ ചേട്ടാ. എന്റെ പേരൊക്കെ അവനറിയാം. ഇങ്ങടാ. എടാ, ഇത് ഞാനാ നിന്റെ ചേച്ചി. ചേട്ടാ, ഇത് ദിവ്യമോളാ. നീ അങ്ങോട്ട് കൊടുക്ക്. എങ്ങനെയുണ്ട് ചേട്ടാ റിസോർട്ടിലെ താമസമൊക്കെ? ഇവിടെ ഭയങ്കര സുഖമല്ലേ? ചവിട്ട് കഴിഞ്ഞ് ചേട്ടൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. പിന്നെ അവന്മാര് ക്യാമറ പിടിക്കണേക്കുമ്പോ ചേട്ടൻ ഇങ്ങോട്ട് ഓടിപ്പോന്നു. ചേട്ടൻ കാര്യം പറ. മദാമെ കിട്ടിയോ? കിട്ടി. ഇല്ല, മാതാമയെ കിട്ടി. മദാമയെ കിട്ടീന്ന്. ഞങ്ങളുടെ ഇടത്തമ്മയായി ഈ വീട്ടിലേക്ക് വരാൻ പോകുന്ന മദാമ ആരാ ചേട്ടാ? 2 പേരുണ്ട്. 2 പേർക്ക് എന്നെ വല്ലാണ്ട് പിടിച്ച മട്ട. ജർമ്മനിലെ കൊടും തണുപ്പിൽ ജനിച്ച അവർക്ക് എന്റെ ഹോട്ട് സ്കിൻ കണ്ടപ്പോൾ വേർപിരിയാൻ പറ്റാണ്ടായി. രണ്ടാമത്തെ ഇറ്റലിയാണ്. ജറ്റിലല്ല, ഇറ്റലിയിലെ മൊരടൻ സാഹിബിനെ കണ്ടു വളർന്ന അവർക്ക് എന്റെ തമാശ കേട്ട് വീട് പോയി. ഞാനാണെങ്കിൽ കുട്ടൂസിന്റെ, മായാവിയുടെ, മെറ്റവന്റെ ഒക്കെ കഥ പറഞ്ഞ് ചിരിപ്പിച്ച് പിന്നെ മക്കളെ, ജർമ്മനി വേണോ ഇറ്റലി വേണം എന്നുള്ള കൺഫ്യൂഷനിലാണ് നിങ്ങളുടെ ഏട്ടൻ. അതായത് ഞാൻ.
ആലോചിച്ച് സമയം കളയാതെ വേഗം ഒന്നിനെ പൊക്കിക്കൊണ്ട് വരാൻ നോക്കണം. അച്ഛാ നമ്മള് രക്ഷപ്പെട്ടച്ചാ. ഏട്ടനൊരു മദാമയെ പാട്ടിലാക്കി. അച്ഛനൊരു മദാമയുടെ അമ്മായച്ഛനാവാൻ പോവുകയാ. എനിക്കറിയാമടി, അവൻ മിടുക്കനാ. അവന് എന്റെ മോനാ. അത് ശരി, കാര്യം നടന്നു നായപ്പോ നിങ്ങളുടെ മോനായി അല്ലേ? നിങ്ങൾ ഇങ്ങനെ തർക്കിച്ച് നിൽക്കാതെ വേഗം മദാമയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ പപ്പുവും മദാമയും ഇതാ എത്തിക്കഴിഞ്ഞു. എല്ലാവരും കൈയടിക്കൂ, കൈയടിക്കൂ. മദാമയെ കിട്ടി. നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറിയിരിക്കുന്ന നമ്മുടെ സ്വന്തം പപ്പു നമ്മുടെ അരികിലേക്ക് എത്തുകയാണ്. അനുഗ്രഹിക്കൂ, അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. ഇവിടെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ജനങ്ങൾക്ക് ആവേശമായി നമ്മുടെ പപ്പു മാറിയിരിക്കുകയാണ്. അയ്യോ, മദാമയ്ക്ക് ഒരു ഇന്ത്യൻ ലുക്ക്. അച്ഛാ അമ്മേ, തള്ളേത് മദാമയൊന്നുമല്ല, അവൻ എവിടുന്ന് പഠിച്ചോട്ടുന്ന പെണ്ണ്. പറയടാ, ആരാ ഇവൾ? അച്ഛാ ഞാൻ എടാ മഹാഭാവി, ഇവിടെ ഉള്ളവർക്ക് എന്നെ ജീവിക്കാൻ ഗതിയില്ലാതിരിക്കുമ്പോഴാ അവനൊരു പെണ്ണിനെയും വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്. ആകെ ഉണ്ടായിരുന്ന കിടപ്പാടെ ഇപ്പൊ ബാങ്കുകാർ കൊണ്ടുപോകും. ഇവളെ കൊണ്ട് കടത്തിനെ പോയി കിടക്കാം. ഇറങ്ങിക്കോണം ഇവിടുന്ന്. എനിക്കിനി നിന്നെ കാണണ്ട. ഞാൻ എന്റെ മക്കളെയും കൊണ്ട് എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. ക്ഷമിക്കണോ അച്ഛാ, അങ്ങനെ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരില്ല. കുടുംബം പണയം വെച്ച് റിസോർട്ടിലെത്തി എനിക്ക് മദാമയെ കിട്ടാതായപ്പോ അവസാന ദിവസമാ ഞാൻ ഇവളെ രജിസ്റ്റർ വിവാഹം ചെയ്തത്. ഇവളുടെ വീട്ടിൽ നിന്നെങ്കിലും പണം വാങ്ങി നമ്മുടെ വീടിന്റെ ആധാരം തിരിച്ചെടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അല്ലാതെ കല്യാണം കഴിക്കാനുള്ള മോഹം കൊണ്ടല്ല അച്ഛാ. നിങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോ ഈ ഏട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ജീവിക്കാൻ ഞാൻ ഒത്തിരി വേഷങ്ങൾ കെട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എല്ലാം കൈവിട്ടു പോവെന്ന് വന്നപ്പോ ഇങ്ങനൊരു വേഷം കൂടി കെട്ടേണ്ടി വന്നു. എന്നെ വെറുക്കരുത്. വേറെ നിവൃത്തില്ലാത്തോണ്ടാ വലിയ നിലയിൽ കഴിയേണ്ടതിനോട് എനിക്കിങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. നിങ്ങൾക്ക് ബാങ്കുകാർ ജപ്തി ചെയ്യാൻ പോകുന്ന വീടെങ്കിലും ഉണ്ട്. റിസോർട്ടിലെത്തുന്ന ഏതെങ്കിലും ഒരു പണക്കാരനെ വിവാഹം ചെയ്ത് നല്ലൊരു ജീവിത സ്വപ്നം കണ്ട് എനിക്ക് അതുപോലെ ഇല്ലല്ലോ ചേട്ടാ. അയ്യോ, എവിടെ ഒന്ന് മുട്ടി നോക്കണം. ഫോട്ടോ എവിടെ? ഫോട്ടോ എടുത്തില്ല, ഒള്ളി വാച്ചിങ്. അതല്ല, താൻ എന്ന ഹൗസ് ബോട്ടിൽ വെച്ചെടുത്ത ഫോട്ടോസ് ഇല്ലേ, അതിന്റെ പ്രിന്റ് എനിക്ക് ഇപ്പൊ വേണം. മാഡം, അത് പിന്നെ ഈ ഫോട്ടോ പ്രിന്റ്. എന്താടോ പ്രിന്റ് കിട്ടിയില്ലേ? പ്രിന്റ് കിട്ടി, പക്ഷേ താനെന്ന് ഇരുന്നും കിടന്നൊക്കെ ഫോട്ടോ എടുക്കുന്നതാണല്ലോ. എന്നിട്ട് പ്രിന്റ് എവിടെ? ഇറ്റലിയിലേക്ക് അയച്ചു കൊടുക്കുന്നതാ. പ്രിന്റ് കുഴപ്പമാവോ എന്തോ. എന്താണോ ഇത്? ഒരാൾക്ക് 4 തലയോ? ഷേക്കല്ല, മുല്ലാക്ക. ശരിയാക്കണം. കൊറേ നാളെ നീ നമ്മളെ കിടത്ത് കൊടുത്തല്ലേ, ഇനി എന്റെ കാലൊന്ന് തടവിത്ത. മസാജ് മസാജ്. Oh, massage. Sorry, master. ഒറ്റ ഇടിയാ വെച്ചിരും. I'm sorry. ഇങ്ങനെയാ പിടിക്കുന്നത്. സ്ലോവില്. Okay. Excuse me, master. How many music students you have? ഒരുപാട് തോന്നൽ. ഒരുപാട് ഗായകര് എന്റെ ശിഷ്യരാണ്. അറിയോ? KJ യേശുദാസ് മൈ ശിഷ്യൻ. ഒരു പത്മശ്രീ, എനിക്ക് 3 പത്മശ്രീ വീട്ടിൽ കൊണ്ട് കുഴിച്ചിട്ട്. പിന്നെ AR റഹ്മാൻ. Oscar winner? ഓ, കാറുണ്ടോന്ന് എനിക്ക് അറിയില്ല. You got Oscar? ഓ, എനിക്ക് കാർ ഇഷ്ടമല്ല. എനിക്ക് സൈക്കിൾ. പൂവാർ ചന്ത. ഈ സൈക്കിളിന്റെ ലോഡെടുപ്പ് മീന് ആറ്റ പണ്ട്. ഓക്കെ. You know Rasul Pukuti? പൂക്കുറ്റി? Yes, right, Pukuti. അങ്ങനെ പറയില്ലേ. ഇപ്പൊ 2 കൂടെ അടിച്ചാൽ ഞാൻ പൂക്കുറ്റിയായിട്ട് പോകും. Oh, nice. Please, master, can I start lessons? Practice music lessons, please. ഇപ്പഴാ? Yes. ഇപ്പഴ്? Yeah. നീ പോയിട്ട് ഇതുപോലത്തെ 3 എണ്ണം കൂടെ എടുത്തോട്ട് വാ, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, പോരാ. പോകാരാ. Okay, master. I'll get it. ഒരു സാധനവും ഇല്ല അവൻ. നീ പ്രാക്ടീസ് ഒന്ന്.
പ്രിയപ്പെട്ട എന്റെ സഹോദരി സഹോദരന്മാരെ, എന്റെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് ഒരുപാട് പേർ പ്രശസ്തിയിലേക്ക് പോയിട്ടുണ്ട്. അതിലൊരാളാണ് ഈ ഇറ്റാലിയൻ സായിപ്പ്. വളരെ പ്രശസ്തനായ ഒരു ഗായകനായി കഴിഞ്ഞിരിക്കുന്നു. അതിന് യാതൊരു സംശയമില്ല. ഞാൻ പഠിപ്പിച്ച എന്നിൽ നിന്നും പകർന്നു കൊടുത്ത ആ മനോഹര ഗാനം കേൾക്കുവാനും നമ്മളെ എല്ലാവരെയും സംഗീതത്തിന്റെ ലഹരിയിലേക്ക് 6 അടിക്കുവാനും, ഇല്ലെങ്കിൽ 7 അടിക്കുവാനും, ഇല്ലെങ്കിൽ 8 അടിക്കുവാനും, 6 അടിക്കുവാനും, നമ്മളെ ആനന്ദ ലഹരിയിലേക്ക് എത്തിക്കുവാൻ ഈ ഇറ്റാലിയൻ സായിപ്പിന് ഗാനം ആലപിക്കുവാൻ അദ്ദേഹത്തെ നമുക്ക് ആത്മാർത്ഥമായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ക്ലാപ്പ്. കിട്ടുന്ന ധൈര്യമായിട്ടിരിക്കും. ഞാൻ പറയുക, എന്തൊരു പറഞ്ഞാലും നീ എന്റേതല്ലേ അപ്പി, നിന്നു ചിനുങ്ങാതെ ഒന്നു കൂടെ പോരു ചെല്ല. എന്തൊരു പറഞ്ഞാലും നീ എന്റേതല്ലേ അപ്പി, നിന്നു പിണങ്ങാതെ കൂടെ ഇനി മുങ്ങ. മാസ്റ്റർ. ഹായ് അന്നാലിസ. ഹായ്. Hi. Hi. What problem? She couldn't cheat at me. Srikutan love acting. My idea. Your idea? Annalisa, don't worry. Srikutan, go. I am there, no? In Kerala, ഒരുപാട് handsome boys. I am there. I storing a lot of love. ഞാൻ ഉണ്ട്. അങ്ങനെങ്കിലും ഒന്ന് പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. I hate you. ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു. ഇങ്ങനെ കറങ്ങി നടന്നു. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. നിങ്ങളുടെ ശില്പ ആ സായിപ്പിനെ കല്യാണം കഴിക്കാൻ പോവാ. രണ്ടും കൂടെ സോമതീരം റിസോർട്ടിൽ അതിഥികളായി എത്തിയിട്ടുണ്ട്. ആഘോഷിക്കാൻ. എന്നെ താഴെ ഇറക്കിയിട്ട് ആ സായിപ്പിനെ ചെന്ന് പൊക്കാൻ നോക്ക്. ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കരുത്. ഉണ്ടാക്കും. എന്റെ പെണ്ണിനെ അടിച്ചോണ്ട് പോകുന്ന സായിപ്പിനെ പുറത്തേക്ക് ഇറക്കി വിടുന്നവരെ ഞാൻ അലമ്പുണ്ടാക്കും. ഇറക്കി വിടോ സായിപ്പിനെ. ഇറക്കി വിടോ വെളിയില്. എന്താ അത് പോകാൻ പറ്റില്ല. നോക്ക്, നമ്മുടെ നാട്ടിലെ ഒരു പെണ്ണിനെ സായിപ്പ് അടിച്ചോണ്ട് പോകാൻ ഒരുങ്ങുമ്പോ നമ്മുടെ ആൾക്കാരെ തന്നെ കൂട്ടി നിൽക്കരുത്. അദ്ദേഹം നമ്മുടെ ഗസ്റ്റാ, അകത്തേക്ക് പോകാൻ പറ്റില്ല. സായിപ്പിന് എന്തു ആലോ, ഗസ്റ്റ് അല്ലേ? പക്ഷേ അവളെനിക്ക് ഗസ്റ്റ് അല്ല, എന്റെ പെണ്ണാണ്. കാണണം എനിക്കോളെ. എന്തായാലും അകത്തേക്ക് പോകാൻ പറ്റില്ല. പെയിന്റിംഗ് ആണ്, രവിവർമ്മയാണ്, കലയാണ്, മാങ്ങാത്തൊലിയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ വിശ്വസിപ്പിച്ചിട്ട് അങ്ങനെ ഇപ്പോൾ സായിപ്പിനെ കെട്ടി മതാമ യമയണ്ട. സമ്മതിക്കില്ലേ? പ്ലീസ്, നിങ്ങൾ തിരിച്ചു പോകണം. എന്നാ വിളിക്കടോ, സോമനേരത്തിന് എം ഡി വിളിക്കടോ, പോളിമാത്തിനെ വിളിക്കടോ. ഞാൻ പറയാം അങ്ങനോട്. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള എന്നോട് കളിക്കാൻ നിൽക്കരുതെന്ന്. പടം വരച്ച് നീ എന്റെ പെണ്ണിന്റെ മനസ്സ് മാറ്റിയിട്ട് അവളെ കൊണ്ട് ഇറ്റലിക്ക് കടക്കാനാണോ നിന്റെ പരിപാടി? മാനല്ലടാ, സിംഹം. കേരളത്തിലെ ആൺകുട്ടികളുടെ കൈക്കല്ല് നീ ശരിക്കറിഞ്ഞിട്ടില്ല. എടാ, അന്യ നാട്ടിൽ നിന്ന് വന്ന ചെറ്റേ, നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ എന്റെ പെണ്ണിനെ കെട്ടെ? അയാളൊന്നും ചെയ്യരുത്.
ഇല്ല, ഈ തെണ്ടിയെ രക്ഷിക്കാൻ നീ നോക്കണ്ട. Believe me, man. I can't neglect her love. അമ്മാവന് വയ്യാതായ കാലം മുതൽ പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ ചെണ്ടകൊട്ടിയെ നിന്നെയും പഠിപ്പിച്ചത്. പറയാമായിരുന്നു നിനക്കെന്നോടല്ല, എല്ലാം പറയാമായിരുന്നു. ഒരിക്കലെല്ലാം അവസാനിപ്പിച്ച് പോയതല്ലേ നീ? അവൾക്കൊരു തെറ്റ് പറ്റിയെന്ന് വെച്ച് മനസ്സിൽ സ്നേഹമില്ലെങ്കിൽ എന്തിനാ വീണ്ടും നീ? No, man. This Italian really loves this Kerala girl. Come, I'll show you. Come on. Look. I made 12 paintings with Shilpa while we were separated. Look. ശ്രീ, ഞാനൊന്ന് പറയുന്ന കേൾക്കൂ. നീ ഒന്നും പറയണ്ട. ഞാനൊരു പെയിന്റർ അല്ലല്ലോ. പക്ഷെ കുട്ടിക്കാലം മുതലേ നിന്നെ മനസ്സിൽ സങ്കല്പിച്ച് ഒരുപാട് ചിത്രങ്ങൾ ഞാനും വരച്ചിട്ടുണ്ട്. ഞാൻ വരച്ചത് എന്റെ ഹൃദയത്തിലാണ്. അതിന് ഈ ചങ്ക് പറിച്ച് കാണിക്കാൻ പറ്റില്ലല്ലോ. ഹലോ, ശില്പയുടെ വീടല്ലേ? അതെ. ഫാബ്രി ആരോ തലക്കടിച്ച് ഹോസ്പിറ്റലിലായി. ചേച്ചി, ഞാനാ 3 മത്തായി. നമ്മുടെ ഫാബ്രിയെ ആരോ തലക്കടിച്ചു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. സീരിയസ് ആണ് മാഡം. ഇല്ല, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശ്രീകുട്ടൻ അയാളുടെ പേരാ എല്ലാരും പറയുന്നത്. ശില്പ, ശില്പ, എന്തിനാടാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എനിക്കൊന്നും അറിയില്ല അമ്മാവ. ആരൊക്കെ ചേർന്ന് എന്നെ കൊടുക്കാൻ ശ്രമിക്കുക. വേണ്ട, നിങ്ങൾ ഇനി ഒന്നും പറയണ്ട. ശില്പ, നീ എങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഒരിക്കൽ നിങ്ങളെ ഞാൻ സ്നേഹിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങളെ കാണുന്നത് എനിക്ക് പേടിയാ. എങ്ങനെ കഴിഞ്ഞു ശ്രീ ഇത്രയ്ക്ക് ക്രൂരനാവാൻ? അയ്യോ എന്റെ മോളെ, അയ്യോ എന്റെ മോളെ വിഷമിപ്പിക്കാതെ പോടാ ഇവിടുന്ന്. ശില്പ, ഞാൻ പറയുന്നത് പോകല്ലേ പറഞ്ഞത്. ഇറങ്ങി വാടാ ഇങ്ങോട്ട്. സായിപ്പിനെ അടിച്ച് ആശുപത്രിയിലാക്കിയിട്ട് കേരള വണ്ടിയില് നടക്കണം അങ്ങോട്ട്. ഒന്ന് അകത്തേക്ക് പോകാൻ പറ്റുമോ? സോറി, വിസിറ്റേഴ്സിനെ അലോ ചെയ്യരുന്ന് സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഡോക്ടർ, ഫാബ്രിക് എങ്ങനെയുണ്ട് ഇപ്പോ? വളരെ ക്രിട്ടിക്കലാണ്. അറിയിക്കാനുള്ളവരെ അറിയിച്ചോളൂ, താമസിക്കണ്ട. നിർത്തണോ സാർ? ഇയാൾ കുറ്റം സമ്മതിക്കുന്നില്ല. എന്താടോ കിട്ടിയതൊന്നും പോരെ? ഇനിയെങ്കിലും കുറ്റം സമ്മതിച്ചൂടെ? ചെയ്യാത്ത കുറ്റം
എങ്ങനെയാണ് സാർ സമ്മതിക്കുക? താനാണ് സായിപ്പിനെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഒന്ന് സമ്മതിച്ചു തരേ വേണ്ടൂ. സാർ, ഈ സംഭവം നടന്നു എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ എറണാകുളത്ത് റിസോർട്ടിലെ പ്രോഗ്രാം കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു. എനിക്കൊന്നും അറിയില്ല സാർ, ഞാൻ ഒന്നും അറിഞ്ഞതല്ല. ഇതെന്താ താൻ നേരത്തെ പറയാറുന്നത്? സാർ, പറയാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? അതെ, ഇയാളെ കുറച്ച് വെള്ളം കൊടുക്ക്. ആ, യഥാർത്ഥ പ്രതിയെ കിട്ടുന്നതുവരെ ഇയാളെ കസ്റ്റഡിയിൽ സൂക്ഷിക്കുക. ഉപദ്രവിക്കണ്ട. ആ, നീയാണ്ടാ സാഹിബിനെ കൊല്ലാൻ ശ്രമിച്ചത്? ഞങ്ങൾ തെറ്റുകാരല്ല സർ. പേര് പറയാൻ പറഞ്ഞോ. ഇന്നലെ രാത്രി ഇവന്മാരൊക്കെ ആ സായിപ്പിന്റെ കൂടെ എന്റെ ഷാപ്പിലുണ്ടായിരുന്നു. അയ്യോ, ഇവരുടെ കൂടെ ആ മൂന്നാർ മത്തായി ഉണ്ടായിരുന്നു. മൂന്നാർ മത്തായി പോയി പൊക്കടവനെ. അണ്ണ വണ്ടി വിടണ്ട, വണ്ടി വിട, അണ്ണ വണ്ടി വിടണ്ട, വിടണ്ട. പെട്രോള് തീർന്നെടുക്കാണല്ലോ സാറേ. ഇങ്ങോട്ട് പോണം. പെട്രോള് തീർന്നു പോയതാ. പറയാ, ഇന്നലെ എന്താ കള്ളശബ്ദം നടന്നേ? പറയാ. സാഹിബിന് കള്ള് കുടിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇന്നലെ കുറെ നേരം ഞങ്ങൾ അവിടെ ചെലവഴിച്ചു. സത്യം പറ, എന്നിട്ട് ആരാ സാഹിബിനെ കൊല്ലാൻ ശ്രമിച്ചത്? ഞാനാ ഷാപ്പിൽ നിന്ന് ആദ്യം സാഹിബിനെ കൊണ്ട് പുറത്തേക്ക് പോയത്. നീ അല്ലടാ സാഹിബിനെ കൊല്ലാൻ ശ്രമിച്ചത്? സത്യം പറയണം. ഞാനത് ചെയ്തിട്ടില്ല സാർ. പറയടാ, പിന്നെ ആരാണ്? പറയാം, ഞാൻ സത്യം പറയാം. ആരൊക്കെയെന്ന് പറ. ഫാബ്രി, എന്താ ഈ ചെയ്തത്? ഞാനും നീയുമല്ലാതെ മറ്റൊരാൾ ഇത് അറിയരുത്. എല്ലാരും ശ്രീകുട്ടനെ സംശയിക്കും. ശില്പ എനിക്ക് വേണോടാ. എന്നിട്ടെന്താടാ ഈ സത്യം നീ നേരത്തെ പറഞ്ഞത്? പേടിച്ചിട്ടാ, കോടതി സാക്ഷി പറയാൻ പേടിച്ചിട്ടാ സാറേ. കൂടെ നിന്നിട്ട് കൂട്ടുകാരന്റെ പെണ്ണിന് വേണ്ടി അവനെങ്ങെ തട്ടിക്കളയാന്ന് വിചാരിച്ചു. നിക്കടാ, നിന്നെയുണ്ടല്ലോ. ഹലോ സർ, ആ സായിപ്പിന് ബോധം തെളിഞ്ഞു. ആ, ഞാനിപ്പോ വരുന്നു. ഓക്കെ, ഇവനെ പൊക്കി അകത്തിട്ടോ. Sir, what happened? It was a normal bicycle accident. എന്തൊരു ദുരൂഹതയുള്ളതുപോലെ. ഹലോ, പറടാ, എന്താ നീ കണ്ടത്? പറയാം സാർ. ശ്രീകുട്ടന് കിട്ടിയില്ല, എനിക്കും കിട്ടത്തില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടാത്തത് അങ്ങനെ ഇപ്പൊ സായിപ്പ് കൊണ്ടുപോകണ്ട. നിന്നെ ഞങ്ങൾ അന്വേഷിച്ച് നടക്കായിരുന്നു. കേരള ജീപ്പില്. കൺഗ്രാജുലേഷൻ. Thank you. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. എന്തായാലും കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നല്ലോ. വിഷ് എ ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു സോ മച്ച്. യു ആർ വെൽക്കം. രണ്ടുപേരും നല്ല ചേർച്ചയുണ്ട് കേട്ടോ. എല്ലാം ദൈവദൃഷ്ടിയാ. ബൈ. Bye. Take care. Okay, Fabry, it's time to part. You got your car. Now I have to leave to Italy. I'm so sorry, Annalisa. Wish you all the best. Bye. Thank you. Bye. Ciao. Take care. Ciao. Bye-bye.
ഡോണ്ട് ഗോ. ഒരാൾക്ക് നിങ്ങളോട് ചിലത് ചോദിക്കാനുണ്ട്. അയാളെങ്ങ് കൊണ്ടുവരൂ. What's wrong? ഇതാണ് ശരി. നന്നായിരിക്കട്ടെ. ഞാൻ നിന്നോട് അകലി നിന്നൊഴുകി വന്നു ഞാൻ മധുരനാദാഞ്ജലി. എൻ ഹൃദയ ഛായാതലം തന്നിൽ ഒരു നിറക്കാഴ്ചയല്ലോ നീ. രാവിൻ മാറിൽ തലോടാൻ പകൽ ചാഞ്ഞിടുമ്പോൾ കടലിനലകളും കരളിനൊലികളും തുടരും സ്വരസാധകം. വരയും കുറിയും ചായം തേടുമുടൽ അതിലൻ വിരലിൽ മീട്ടു പ്രേമഗസൽ.